اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. സുന്നത്തുസ്കാരങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. ജമാഅത്തായി നിർവഹിക്കപ്പെടൽ സുന്നത്തില്ലാത്ത സുന്നത്തുസ്കാരങ്ങളെ പറ്റി സംസാരിച്ചു വന്ന് ളുഹയെ പറ്റിയുള്ള ചർച്ച പൂർത്തീകരിച്ച് അവിടെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇനി മറ്റ് ചില സുന്നത്ത് നിസ്കാരങ്ങൾ. സുന്നത്ത് നിസ്കാരം ഒരുപാടുണ്ട്. പക്ഷെ അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചിലതിനെ പറ്റി മാത്രമാണ് ബഹുമാനപ്പെട്ട മഖ്ദൂമ് തങ്ങളവറുകൾ ഫത്ഹുൽ മുഈനിൽ പറയുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കണം, ഈ ഫത്ഹുൽ മുഈനിൽ പറഞ്ഞ ഇത് മാത്രമേ സുന്നത്ത് നിസ്കാരങ്ങളായുള്ളൂ എന്ന് മനസ്സിലാക്കരുത്. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില സുന്നത്തുകൾ ഇവിടെ എടുത്തു പറയുന്നു എന്ന് മാത്രം. വിശദമായി ഇത്തരം പുണ്യകർമ്മങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന വലിയ കിതാബുകളിലൊക്കെ ധാരാളം സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ച് വേറെയും സംസാരിച്ചിട്ടുണ്ട്. ആവട്ടെ, നമ്മൾ വിഷയത്തിലേക്ക് കടക്കാം. സുന്നത്ത് നിസ്കാരങ്ങളിൽ ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരത്തിൽപ്പെട്ടതാണ് വയുസന്നു റക്അത തഹിയ്യത്തിൻ ലി ദാഖിലി മസ്ജിദിൻ. ദുഹ കഴിഞ്ഞതിന് ശേഷം പിന്നെ തഹിയ്യത്ത് നിസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത്. പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ആ പ്രവേശിച്ച ആൾക്ക് സുന്നത്താക്കപ്പെടുന്ന 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തെ പറ്റിയാണ് പറഞ്ഞത്. തഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അഭിവാദനമാണ്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കണ്ടുമുട്ടുമ്പോഴാണ് സാധാരണഗതിയിൽ എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയെ കണ്ടുമുട്ടുമ്പോൾ അസ്സലാമു അലൈക്കും എന്നതാണ് തഹിയ്യത്ത് ചുരുങ്ങിയത്. പിന്നെ വറഹ്മത്തുള്ളാഹി എന്നും വബറകാതുഹു എന്നും കൂട്ടിയാൽ നല്ലത്. അതിന് വഅലൈക്കുമുസ്സലാം എന്നത് ഫർളായ തഹിയ്യത്ത് തിരിച്ചു പറയാ, വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നത് ഉത്തമം. എന്നാൽ പള്ളിയിൽ കയറിയാൽ പള്ളിക്കൊരു തഹിയ്യത്ത് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദരിക്കൽ എന്ന. അതുകൊണ്ടാണല്ലോ വഹാബിക്കും മൗദൂദിക്കൊന്നും സലാം പറഞ്ഞുകൂടാന്ന് പറയുന്ന ഒരു കാഫറായത് കൊണ്ടല്ല, ആദരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. കാരണം എന്താ, ഇസ്ലാം, ഒരു ബിദഅത്തുകാരനെ ആദരിച്ചാൽ ഇസ്ലാമിനെ തകർക്കാൻ സഹായിച്ചവനായി തീർന്നു. അപ്പൊ ഈ സലാം പറയുന്നതിനെ പറ്റി ഖുർആൻ പറയുന്നത് തഹിയ്യത്ത് എന്നാ. തഹിയ്യത്ത് ആദരിക്കല. അപ്പൊ ആദരിക്കാൻ പറ്റാത്തവരെ ആദരിക്കാൻ പാടില്ല. എന്നാൽ പള്ളിയിൽ കയറിയാൽ പള്ളിയെ ആദരിക്കൽ എന്തുകൊണ്ടാണ്? നിസ്കാരം കൊണ്ടാണ്. കാരണം എന്താ, പള്ളി ഇബാദത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്. അതിൽ മുഖ്യമായത് നിസ്കാരമാണ്. അപ്പൊ ആ നിസ്കരിച്ചുകൊണ്ട് പള്ളിയെ ബഹുമാനിക്കുക. നിസ്കരിക്കുന്നത് പള്ളിക്കല്ല, മനസ്സിലാക്കുക. നിസ്കരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക്. പക്ഷേ പള്ളിയെ ആദരിച്ചുകൊണ്ട് പള്ളിയിൽ കയറിയപ്പോൾ അല്ലാഹു തആലക്ക് വേണ്ടി ചുരുങ്ങിയത് 2 റക്അത്തെങ്കിലും നിസ്കരിക്കുക. അപ്പൊ പള്ളിയെ ബഹുമാനിക്കലും വന്നു, അള്ളാഹുക്ക് ഇബാദത്ത് ചെയ്യലും വന്നു. അസ്സലാം പറയലും അങ്ങനെ തന്നെ ഒരു സത്യവിശ്വാസിയെ ബഹുമാനിക്കലുമാണ്, അല്ലാഹു തആലാന്റെ ദിക്റാവുന്ന ഒരു ഇബാദത്തുമാണ്. എന്നാൽ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചാലോ അവിടത്തെ തഹിയ്യത്ത് കഅബ തവാഫ് ചെയ്യല. അതുപോലെ ഇഹ്റാമിലുള്ള ഒരാള് അറഫയിൽ പ്രവേശിച്ചാൽ അറഫയിൽ നിൽക്കലാണ് അവിടത്തെ തഹിയ്യത്ത്. മുസ്ദലിഫയിൽ നിൽക്കലാണ് അവിടത്തെ തഹിയ്യത്ത്. മിനയിലെത്തിയാൽ ജംറത്തുൽ അഖബ എറിയലാണ് അവിടത്തെ തഹിയ്യത്ത്. ഇതൊക്കെ ആ പുണ്യസ്ഥലത്തെ ആദരിക്കലും അതൊരു മുഖേന അല്ലാഹു തആലക്ക് പ്രത്യേക ഇബാദത്ത് അനുഷ്ഠിക്കലുമാണ്. അപ്പൊ പള്ളിയിൽ ദിക്ർ ചെല്ലാനും ഖുർആനോദാനും ഇബാദത്ത് ചെയ്യാനും നിർമ്മിക്കപ്പെട്ട പള്ളിയുടെ മുഖ്യമായ ലക്ഷ്യം നിസ്കാരമാണ്. അപ്പൊ അതുകൊണ്ട്
പള്ളി 2 റക്അത്തെങ്കിലും നിസ്കരിച്ചുകൊണ്ട് തഹിയ്യത്ത് ചെയ്യുക. അതൊരു മുസ്ലിമിന്റെ കടമയാണ്. ആർക്കാണത് കടമയാകുന്നത്? ലിദാഖിലി മസ്ജിദിൻ, പള്ളിയിൽ പ്രവേശിച്ചവർക്ക് തഹിയ്യത്തിന് വേണ്ടി 2 റക്അത്തെങ്കിലും നിസ്കരിക്കണം. ഇനി ഒരാൾ 4 റക്അത്ത് ഒന്നിച്ചാണ് നിസ്കരിച്ചു, അതും തഹിയ്യത്താവും. പക്ഷേ ചുരുങ്ങിയത് 2 റക്അത്താണ് എന്നർത്ഥം. വഇൻ തകററ ദുഖൂലുഹു, പള്ളിയിൽ പ്രവേശിക്കൽ ആവർത്തിച്ചാലും ശരി. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആ പള്ളിയിൽ കയറി എന്തോ ഒരു സാധനം പള്ളി കൊണ്ടുപോയി വെച്ച് രണ്ടാമത് പുറത്തിറങ്ങി വേറെന്തോ ഒരു സാധനം എടുത്തുകൊണ്ടുപോയി പള്ളിയിൽ രണ്ടാമത് കൊണ്ടുപോയി വെക്കാൻ കയറി, ഇങ്ങനെ ഓരോ പ്രാവശ്യം കയറുമ്പോഴും തഹിയ്യത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ ഔലം യുരിദിൽ ജുലൂസ, പള്ളി കയറിയെങ്കിലും ഇരിക്കാൻ ഉദ്ദേശമില്ല, എന്തൊരാവശ്യത്തിന് കയറിയതാണ്, അത് കഴിഞ്ഞ അവിടെ തന്നെ ഇറങ്ങാണ്, എന്നാലും തഹിയ്യത്ത് സുന്നത്തുണ്ട്. അപ്പൊ എന്തായി? ആവർത്തിച്ച് പല പ്രാവശ്യം പള്ളിയിൽ കയറുന്നുണ്ടെങ്കിൽ ആ പ്രാവശ്യങ്ങളിലൊക്കെയും തഹിയ്യത്ത് സുന്നത്തുണ്ട്. എന്നതുപോലെ പള്ളിയിൽ ഇരിക്കാനേ ഉദ്ദേശമില്ല, എന്തൊരാവശ്യത്തിന് കയറിയത് ഉടനെ തന്നെ ഇറങ്ങുകയാണ്, എന്നാലും തഹിയ്യത്ത് സുന്നത്തുണ്ട്. പക്ഷേ ഈ അവസാനം പറഞ്ഞോടത്ത് ഖിലാഫൽ ഷെയ്ഖ് നസ്ർ, മഹാനായ ഇമാം ഷെയ്ഖ് നസ്ർ റഹ്മത്തുള്ളാഹി തങ്ങൾക്ക് ഈ അവസാനം പറഞ്ഞോടത്ത് ഖിലാഫുണ്ട്. ഇത് അവസാനം പറഞ്ഞോടത്ത്, അതായത് ഇരിക്കാൻ ഉദ്ദേശമില്ല, എന്തൊരു സാധനം അവിടെ വെച്ച് അങ്ങോട്ട് ഇറങ്ങാനാ, അല്ലെങ്കിൽ അവിടുന്ന് എന്തൊരു സാധനം അവിടെ എടുക്കാനാ, അല്ലാതെ അവിടെ ഇരിക്കാൻ ഉദ്ദേശമില്ല എങ്കിൽ തഹിയ്യത്ത് സുന്നത്തില്ല എന്നാണ് മഹാനായ ഷെയ്ഖ് നസ്ർ റഹ്മത്തുള്ളാഹി പറയുന്നത്. മാത്രമല്ല തബിഅഹു, മഹാനായ ഷെയ്ഖ് നസ്ർ റഹ്മത്തുള്ളാഹി തങ്ങളെ ഈ വിഷയത്തിൽ പിന്തുണച്ചു അശ്ശൈഖ് സക്കരിയ, മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൻസാരി റഹ്മത്തുള്ളാഹി തങ്ങള് ഈ വിഷയത്തിൽ ഷെയ്ഖ് നസ്ർ തങ്ങളുടെ അഭിപ്രായം ആണ് സ്വീകരിച്ചിരിക്കുന്നത്. എവിടെ? അദ്ദേഹത്തിന് ധാരാളം കിതാബുകളുണ്ട്. അതിൽപ്പെട്ട ഫീ ശറഹയിൽ മൻഹജി വത്തഹരീർ, ശറഹുൽ മൻഹജിലും ശറഹ് തഹരീറിലും, അതറിയോ ആലൂര് മിൻഹാജിനെ ചെറുതാക്കിയത് അതാണ്ട് ബഹുമാനപ്പെട്ട സക്കരിയ അൻസാരി ഉണ്ടാക്കിയ കിതാബാണ് മൻഹജ്. മിൻഹാജ് നബി ഇമാമിന്റെ ആണല്ലോ, അതിനൊന്ന് ചെറുതാക്കി മുഖ്തസറാക്കിയിട്ട് മൻഹജ് എന്നൊരു കിതാബ് എഴുതി. എന്നിട്ട് താൻ തന്നെ അതിന് ഒരു ശറഹ എഴുതിയത് ശറഹുൽ മൻഹജ് എന്ന് പറഞ്ഞിട്ട്. രണ്ടും സക്കരിയ അൻസാരി തങ്ങളതാണ്. അതുപോലെ തന്നെ ഇമാം റാഫി റഹ്മത്തുള്ളാഹി തങ്ങളുടെ മുഹറർ, ആ മുഹററിനെ ഒന്ന് മുഖ്തസറാക്കിയിട്ട് തഹരീറാക്ക്, അത് സക്കരിയ അൻസാരി തങ്ങൾ തന്നെ. എന്നിട്ട് അദ്ദേഹം തന്നെ അതിന് ഷറഹ് എഴുതി, ഷറഹ് തഹരീർ. അപ്പൊ ഈ ഷറഹ് തഹരീറും ഷറഹുൽ മൻഹജും അതിന്റെ മത്തുനും ഷറഹും യഥാർത്ഥത്തിൽ ആരത് തന്നെയാണ്? ഷെയ്ഖ് സക്കരിയ അൻസാരി തങ്ങളുടേതാണ്. ഈ 2 കിതാബിലും ഷെയ്ഖ് നസ്ർ തങ്ങളുടെ ഈ അഭിപ്രായത്തെയാണ് മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൻസാരി റഹ്മത്തുള്ളാഹി പിന്തുടർന്നത്. എന്താണത്? ബിഖൗലിഹി, മഹാനായ ഷെയ്ഖ് സക്കരിയ തങ്ങൾ പറയാണ് ഇൻ അറാദൽ ജുലൂസ, അതായത് പള്ളിയിൽ പ്രവേശിച്ചവൻ അത് എത്ര പ്രാവശ്യം ആവർത്തിച്ച് പ്രവേശിച്ചാലും തഹിയ്യത്ത് സുന്നത്തുണ്ട്. പക്ഷേ എപ്പോഴേ ഉള്ളൂ ഇൻ അറാദൽ ജുലൂസ, പള്ളിയിൽ ഇരിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിലേ തഹിയ്യത്ത് സുന്നത്തുള്ളൂ, ഇരിക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ തഹിയ്യത്ത് സുന്നത്തില്ല എന്ന ഷെയ്ഖ് നസ്ർ തങ്ങളുടെ അഭിപ്രായത്തെയാണ് സക്കരിയ അൻസാരി തങ്ങളും ഈ 2 കിതാബുകളിലും പറയുന്നത്. അത് വെറുതെ പറഞ്ഞതല്ല, അതിനവർക്ക് തെളിവുണ്ട് ബാഹ്യമായി. എന്നാൽ ഇനി പറയുന്നത് നല്ലോണം ശ്രദ്ധിക്കണം, വൃത്തം വിട്ടു പോണ്ട. ലി ഖബരി ശൈഖൈനി, ആരാ? നമ്മളെ സുഹരി ഉണ്ടാവും ഈ കാരപ്പുറത്ത്. ഉണ്ട്, അടുത്ത് തന്നെ ഉണ്ട്. സുഹരി ഇനി ബേജാറാണ്ട, ഈ ഷെയ്ഖ് സക്കരിയ തങ്ങൾ പറഞ്ഞതിന് തെളിവല്ല പറയുന്നേട്ടാ. ലി ഖബരി എന്ന് പറഞ്ഞാൽ എവിടുക്കാ? മത്തിനക്ക് അങ്ങോട്ടാ പോണത്. അതായത് പള്ളിയിൽ പ്രവേശിക്കുന്നവന് തഹിയ്യത്ത് നിസ്കരിക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണ്? ലി ഖബരി ഷെയ്ഖൈനി, ഷെയ്ഖൈനിയുടെ ഹദീസ് ഉണ്ട്, ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്തത്. അതിപ്പോ എവിടുക്കാണ് തഹിയ്യത്ത് സുന്നത്താണെന്ന് പറഞ്ഞതിന് തെളിവായിട്ടാണ് ഇപ്പൊ ഉദ്ധരിക്കുന്നത്. എന്താ ഒരു കൺഫ്യൂഷൻ വരും. ബാഹ്യമായി അത് തെളിവ് ഈ ഷെയ്ഖ് നസ്റിനും അതുപോലെ തന്നെ ആയാവർകളെ തുടർന്നുകൊണ്ട് പറഞ്ഞ ഷെയ്ഖ് സക്കരിയ അൻസാരിക്കും അനുകൂലമാണ് ഈ തെളിവ്. അപ്പൊ അവര് തെളിവായിട്ട് പറഞ്ഞതാണോ എന്ന് ധരിക്കാൻ നല്ല സാധ്യതയുണ്ട്. സംഗതി അങ്ങനെയല്ല, സുന്നത്താണ് എന്ന് പറഞ്ഞതിനാണ് തെളിവ്. എന്താണ് ഹദീസ്?
ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ, നിങ്ങളാരെങ്കിലും പള്ളിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫലാ യജ്ലിസ്, അവൻ ഇരിക്കരുത്. കേട്ടോ, അപ്പോ തഹിയ്യത്ത് ഉപേക്ഷിക്കൽ കറാഹത്താണെന്ന് പറയാൻ കാരണം ഉപേക്ഷിക്കുന്നതിന് തൊട്ട് വിരോധം വന്നതാ. ഫലാ തജ്ലിസ്, ഫലാ യജ്ലിസ്, അവൻ ഇരിക്കരുത്. ഏതുവരെ ഇരിക്കരുത്? ഹത്താ യുസല്ലി റകഅത്തൈൻ, 2 റകഅത്ത് എങ്കിലും നിസ്കരിക്കുന്നത് വരെ പള്ളിയിൽ ഇരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തഹിയ്യത്ത് നിസ്കരിക്കൽ സുന്നത്താണ് എന്ന് മാത്രമല്ല, തഹിയ്യത്ത് കാരണം കൂടാതെ ഉപേക്ഷിക്കൽ കറാഹത്താണ് എന്ന് പറയും. അതിനൊക്കെ ഈ ഒറ്റ ഹദീസാ തെളിവ്. എന്നാലേ സൂര്യ അവിടെ മനസ്സിലാക്കേണ്ടതേ, സൂര്യ വലിയ ഉസ്താദാട്ടോ, ഞാൻ സൂര്യനെ അങ്ങനെ വിളിച്ചെന്ന് നോക്കണ്ട, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധാണ്. ഏത് അതുകൊണ്ട് വിളിക്കാത്ത സൂര്യ വലിയ കാര്യമായ ഉസ്താദാണ്. അപ്പോ ഇവിടെ ബാഹ്യമായി ഷെയ്ഖ് സക്കരിയ റഹ്മത്തുള്ളാഹി തങ്ങളും ഷെയ്ഖ് നസർ റഹ്മത്തുള്ളാഹി തങ്ങളും പറഞ്ഞതിന് തെളിവ് ആയിട്ടാണ് ഈ ഹദീസ് ബാഹ്യമായി തോന്നുന്നത്. കാരണം എന്താ, 2 റകഅത്ത് നിസ്കരിക്കണം എന്നല്ലല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. നിസ്കരിക്കാതെ ഇരിക്കരുത് എന്നാ. അപ്പൊ ഇരിക്കണോൽക്കല്ലേ ഇപ്പൊ ആ കൽപ്പന ഉള്ളൂ. അതിന് ഉസൂലിലൊരു നിയമമുണ്ട്, മനസ്സിലായില്ലേ? ഫിഖ്ഹിന്റെ ഒക്കെ മരട് ഉസൂലുൽ ഫിഖ്. ഉസൂലുൽ ഫിഖ്ഹിൽ ഒരു ഖായിദുണ്ട്. ഒരു ഹുക്മിന് ഒരു വസ്ഫ് പറഞ്ഞാൽ ആ വസ്ഫിന്, അതിപ്പോ സാധാരണക്കാർക്ക് തിരിയില്ല കേട്ടോ, സാധാരണക്കാർക്ക് വേണ്ടിയിട്ടല്ല ഇപ്പൊ പറയുന്നത്, ഇപ്പൊ സൂര്യനെ പോലത്തെ വിവരമുള്ളവർക്ക് വേണ്ടിയിട്ടാ. ഒരു ഹുക്മ് ഒരു വസ്ഫിന്മേൽ മുഅല്ലഖാക്കിയിട്ട് പറഞ്ഞാൽ ആ വസ്ഫ് ഗാലിബിന്റെ മേൽ ഹംല് ചെയ്യാൻ പെടാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ വസ്ഫിന് എന്തുണ്ടാവൂല? മഫ്ഹൂം ഉണ്ടാവൂല. മഫ്ഹൂം കാരണം മഫ്ഹൂം മുഖാലഫേ, മഫ്ഹൂം മുഖാലഫ. അതായത് നിസ്കരിക്കാതെ ഇരിക്കരുത് എന്ന് പറഞ്ഞാൽ ഇരിക്കുകയാണെങ്കിൽ ഇപ്പൊ നിസ്കരിക്കാതിരിക്കാൻ പാടില്ലുള്ളൂ, ഇരിക്കുന്നെങ്കിൽ നിസ്കരിച്ചോളണമെന്നില്ല എന്നൊരു അർത്ഥം മഫ്ഹൂം മുഖാലഫന്റെ ഹുക്മാ. പക്ഷേ ഈ വസ്ഫ് ഗാലിബിന്റെ മേൽ ഹംല് ചെയ്യാൻ പറ്റിയാൽ ആ വസ്ഫിന് അങ്ങനെ മഫ്ഹൂം മുഖാലഫ ഉണ്ടാവില്ല. ഇവിടെ അതിൽപ്പെട്ടതാ. സാധാരണ പള്ളിയിൽ കയറിയാൽ ആൾ ഇരിക്കലാണല്ലോ. അപ്പൊ പൊതുവിൽ ഈ ഇരിക്കുക എന്ന് പറയുന്നത് ഗാലിബായ വസ്ഫാ. ഗാലിബായ വസ്ഫിന്മേൽ തഅലീഖ് ചെയ്തിട്ട് ഒരു ഹുക്മ് പറഞ്ഞാൽ അതിന് മഫ്ഹൂം മുഖാലഫ ഉണ്ടാവില്ല. ഇത് ഉസൂലിൽ മഅറൂഫായ ഖായിദ. അതനുസരിച്ച് ഈ ഹദീസിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് നസർ തങ്ങൾക്കോ അവരെ തുടർന്ന് പറഞ്ഞ ഷെയ്ഖ് സക്കരിയ തങ്ങൾക്കോ തെളിവൊന്നുമില്ല. മനസ്സിലായില്ലേ? ഉസൂല് തിരിയാത്ത പൊട്ടവഹാബിനെ പോലത്തെ ജാഹിരീങ്ങള് അണ്ടാ എന്ന് പറയൽ ഇങ്ങനെ ഹദീസ് കാണുമ്പോക്ക് അല്ലെങ്കിൽ ആയത്ത് കാണുമ്പോക്ക് എടുത്തു ചാടുന്നത്, ഇതിനൊക്കെ ചില നിയമങ്ങളും തത്വങ്ങളും വ്യവസ്ഥിതികളും ഒക്കെ ഉണ്ട്. അത് പഠിച്ചു നോക്കിയേ അത് തിരിയുള്ളൂ. എല്ലാത്തും കണ്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോയത്തക്കാരനായി നടക്കും. തന്നെ കേസ് അത് പറഞ്ഞപ്പോ ആരൂരാജിക്കും അതുപോലെ തന്നെ നമ്മളെ സലാം സൂര്യക്കും പോലത്തെ ആലിമീങ്ങൾക്കൊക്കെ തിരിഞ്ഞോട്ടെ എഴുതി പറഞ്ഞ ആരെങ്കിലും മൂല്യാമാരിറ്റികളൊക്കെ കേൾക്കണോലുണ്ടാവുമല്ലോ. ആലിമീങ്ങളൊന്നും ഇപ്പൊ നമ്മളെ ദർശിക്കാൻ വരില്ല. എന്നാലും ഏതെങ്കിലും മൂല്യാരിറ്റികളൊക്കെ ഉണ്ടെങ്കിൽ ഓൽക്ക് ഫലപ്പെട്ടോട്ടെ എന്ന നിലക്കുണർത്തി, അതില്ലാതെ സാധാരണക്കാരുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല. ഇനി പള്ളിയിൽ കയറി ആവർത്തിച്ച് കയറുകയാണെങ്കിലും ഇരിക്കാൻ ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും സുന്നത്തുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ഏതുവരെയാണ് അതിന്റെ വഖത്ത്? അത് പറയുന്നു തഹിയ്യത്ത് നിസ്കാരം നഷ്ടപ്പെടും, ഖളായിപ്പോവും. പിന്നെ ഖളാ വീട്ടിലൊട്ടില്ലാണ്. കാരണം എന്താ? വഖത്തുള്ള നിസ്കാരം ഈ ഖളാ വീട്ടുന്നുള്ളൂ. ഇത് സബബുള്ളതിൽപ്പെട്ടതാ. സബബിന്റെ 2 അതിണ്ട്, സബബ് മുൻകടന്നതും സബബ് പിന്തിയതും. ഇത് സബബ് മുൻകടന്നതിൽപ്പെട്ടതാണ്. കാരണം പള്ളിയിൽ കിടക്കുക എന്ന കാരണമാണ് നിസ്കാരത്തിന്, അല്ലാതെ വഖത്തല്ല. അത് നഷ്ടപ്പെട്ടാൽ പിന്നെ ഖളാ വീട്ടാൻ കഴിയൂല. മനസ്സിലായില്ലേ? ഏതുപോലെ വദാന്റെ തവാഫ് ഖളാ വീട്ടാൻ പറ്റൂല, എന്നുപോലെ തഹിയ്യത്ത് നിസ്കാരം ഖളാ വീട്ടാൻ പറ്റൂല. അത് മനസ്സിലായോ? ചില ആളുകള് എന്താവും, തിരിച്ചു പോയിട്ട് മക്കത്തുനിന്ന് ഹജ്ജ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഉംറ കഴിഞ്ഞിട്ട് തവാഫുൽ വദാ ചെയ്യാതെ ജിദ്ദയ്ക്ക് പോന്ന്, ജിദ്ദയിൽ കുറെ കഴിഞ്ഞിട്ട് നാട്ടിൽ പോണ സമയത്ത് പോയിട്ട് തവാഫ് ചെയ്തു പോവുക. ഏത്? ഈ ഹജ്ജിന്റെ വദാന്റെ തവാഫ്. അങ്ങനെ തവാഫ് ഇസ്ലാമിലില്ല. കാരണം എന്താ? അത് നിങ്ങൾ യാത്ര കഴിഞ്ഞ് നിങ്ങൾ താമസ സ്ഥലത്ത് എത്തിയതോടുകൂടി ആ യാത്ര മുറിഞ്ഞില്ലേ, അപ്പൊ നിങ്ങളെ വദാഇന്റെ തവാഫ് നഷ്ടപ്പെട്ടു. സബബ് ആണ്. ഇനി രണ്ടാമത് നിങ്ങൾ തിരിച്ചു പോയാലോ അപ്പോ അതിനുള്ള തവാഫാണ്. ആദ്യത്തെ ഖളാ വിട്ടാൻ കഴിയൂല. എന്നതുപോലെ ഒരിക്കൽ പള്ളി കയറിയപ്പോ തഹിയ്യത്ത് നിസ്കരിക്കാൻ മറന്ന്
അല്ലെങ്കിൽ മറ്റെന്തോ കാരണത്താൽ നിസ്കരിച്ചില്ല. പിന്നെ രണ്ടാമത് കയറിയപ്പോ കള്ള വിട്ടാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, രണ്ടാമത് കയറിയപ്പോ അതിന് ആണ് തയ്യത്ത് നിസ്കരിക്കുന്നത്, നേരത്തെ കള്ള വിട്ടാൻ പറ്റൂല. അത് സബബുള്ള നിസ്കാരങ്ങൾ കള വീട്ടാൻ കഴിയില്ല എന്ന് പറയാൻ കാരണതാ. അപ്പൊ ഇത് കള വീട്ടാൻ പറ്റൂല, നഷ്ടപ്പെടുക. അതാണ് തെഫൂത്തു എന്ന് പറഞ്ഞത്. മറ്റേ കളാകുകയാണെങ്കിൽ കള വീട്ടാൻ പറ്റണല്ലോ, നഷ്ടപ്പെട്ടു പോകും. ബിൽ ജുലൂസി ത്വീൽ, മറന്നുകൊണ്ട് ദീർഘനേരം ഇരുന്നു. അതായത് തഹിയ്യത്ത് നിസ്കാരം സുന്നത്താണെന്നുള്ള കാര്യം പണ്ട് പഠിച്ചിരുന്നു, പക്ഷെ ഓർമ്മ ഉണ്ടായില്ല. അങ്ങനെ ഇയാൾ ഇരുന്നുപോയി. കുറെ കഴിഞ്ഞതിന് ശേഷം ഓർമ്മ വന്ന്. എന്നാല് മനഃപൂർവ്വം നിൽക്കുകയാണെങ്കിലും അല്ലാതെ മറന്നു നിൽക്കുകയാണെങ്കിലും കുറെ സമയം കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടും. എന്നാൽ വക്കഥ, ഇതുപോലെ തന്നെ തയ്യത്ത് നിസ്കാരം നഷ്ടപ്പെടും കസീറായ ജുലൂസ് കൊണ്ട്. ബിൽ ജുലൂസി ത്വീലി അറിഞ്ഞില്ലേ, വക്കഥൽ കസീരീൻ, അഥവാ കുറഞ്ഞ ഇരുത്തം കൊണ്ടും കൊള്ളാവും അല്ല നഷ്ടപ്പെടും. എപ്പം? ഇല്ലം യസ, മറന്നുകാണ്ടല്ല, മനഃപൂർവ്വമാണെങ്കിൽ അറിയാം തയ്യത്ത് നിസ്കരിക്കണം എന്നറിയാം, അങ്ങനെ സുന്നത്തുണ്ടെന്ന് അറിയാം. പള്ളി കയറിയിട്ട് മനഃപൂർവ്വം കുറച്ചേരം ഇരുന്നു. എന്നാൽ ഇരുന്ന് കഴിഞ്ഞ ഉടനെ തന്നെ എഴുന്നേറ്റാലും പറ്റൂല, കാരണം നഷ്ടപ്പെട്ടു പോയി. ആദ്യം പറഞ്ഞ് മറന്നുകൊണ്ടാ, മറന്ന് ഓർമ്മയില്ലാതെ ഇരുന്നു പോയി. അധികം താമസിക്കുന്നതിന് മുമ്പ്, അഥവാ അധികം താമസിക്കാൻ, ഈ അധികം പറഞ്ഞ കണക്ക് ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ ആവശ്യമായ ചുരുങ്ങിയ സമയം, അത്രയും സമയം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഓർമ്മ വന്നാൽ ഇനി എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് കാര്യമില്ല. മറന്നിട്ടാണെങ്കിലും കാര്യമില്ല. മനഃപൂർവ്വമാണെങ്കിൽ ഇരുന്ന ഉടനെ തന്നെ എഴുന്നേറ്റാലും എന്താവൂല, അത് പിന്നെ നിസ്കരിച്ചിട്ട് കാര്യമില്ല, ഇരിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കണം എന്ന. അപ്പൊ മറന്നാണെങ്കിൽ സമയം ദീർഘിക്കുന്നതിന് മുമ്പാണെങ്കിൽ രണ്ടാമത് എഴുന്നേറ്റ് നിസ്കരിക്കാം. മനഃപൂർവ്വമാണെങ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ അത് നഷ്ടപ്പെടും. അല്ലെങ്കിൽ അറിയാതെയാണ്, എന്നാൽ പിന്നെ കുറഞ്ഞ ഇരുത്തം കൊണ്ട് നഷ്ടപ്പെടൂല, ദീർഘിച്ചാലിരുത്തും. അപ്പൊ ദീർഘമായി ഇരുന്ന് അറിയാതെയാണെങ്കിലും മറന്നുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ നഷ്ടപ്പെടും. അതേ സമയത്ത് അറിയാതെയാണെങ്കിൽ കുറഞ്ഞ സമയം ഇരുന്നാൽ നഷ്ടപ്പെടൂല, അല്ലെങ്കിൽ മറന്നുകൊണ്ടാണെങ്കിലും കുറഞ്ഞ സമയം കൊണ്ട് നഷ്ടപ്പെടൂല. ദീർഘസമയം കൊണ്ടാണെങ്കിലോ അത് മനഃപൂർവ്വമാണെങ്കിലും അറിഞ്ഞുകൊണ്ടാണെങ്കിലും മറന്നുകൊണ്ടാണെങ്കിലും ഒക്കെ നഷ്ടപ്പെടും. ഈ അധികം എന്ന് പറഞ്ഞാൽ എന്താ, 2 റക്അത്ത് നിസ്കരിക്കാൻ ആവശ്യമായ സമയം എന്നാണ് അതിന് ഇമാമിങ്ങൾ പറഞ്ഞത്. ഇനി അപ്പം മറന്നുകൊണ്ടോ അറിയാതെയോ ആണെങ്കിൽ കുറഞ്ഞ ഇരുത്തം കൊണ്ട് നഷ്ടപ്പെടൂല, ദീർഘമായ ഇരുത്തം കൊണ്ടേ നഷ്ടപ്പെടുള്ളൂ പറഞ്ഞല്ലോ. ഈ മറന്ന അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് കുറഞ്ഞിരുത്തം കൊണ്ട് നഷ്ടപ്പെടൂല എന്ന് പറഞ്ഞ ഈ നിയമത്തോട് ചേർക്കപ്പെടും അലൗജുഹി മുഅ്തമദായ വജഹ് അനുസരിച്ച് ഒരു രൂപത്ത്. എന്താണത്? ലോഹിത്താജ് ഒരാൾക്ക് ആവശ്യം നേരിട്ടു, ലിഷുർബി, കുടിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ പള്ളിയിൽ കയറിയപ്പോ ഭയങ്കര ദാഹമുണ്ട്. അപ്പൊ പള്ളിയിൽ നമ്മളെ നാട്ടിൽ കുറവാണ്, ഇവിടെ അറബി നാടുകളിലൊക്കെ പള്ളികളിൽ സല്ലാജുകളിൽ വെള്ളം ഉണ്ടാവും. അപ്പൊ വെള്ളം കുടിക്കാം, ഇരുന്ന് നിന്ന് കുടിക്കൽ കറാത്തുവാണല്ലോ. അപ്പൊ ഇരുന്ന് കുടിക്കാം എന്ന നിലക്ക് ഇരുന്ന് കുടിച്ചു, എന്നാൽ അതൊരു എതിറ. അപ്പൊ മറക്കലും അറിവില്ലായ്മയും എതിറായതുപോലെ വെള്ളം കുടിക്കാൻ ആവശ്യം നേരിട്ടപ്പോൾ ആ വെള്ളം കുടിക്കാൻ വേണ്ടി ഇരിക്കുന്നത് അതും ഒരു എതിറാണ്. അപ്പൊ കൊതുലു, അപ്പൊ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാം, കലീലൻ കുറഞ്ഞ സമയം ഇരിക്കാം, സുമ്മയത്തിബിയ, അതിനുശേഷം തയ്യത്ത് നിസ്കരിക്കാം. അപ്പൊ മറന്നുകൊണ്ട് കുറച്ചിരുന്ന് അല്ലെങ്കിൽ അറിവില്ലാതെ കുറച്ചിരുന്ന് അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ വേണ്ടി കുറച്ചിരുന്നു, ദീർഘിക്കുന്നതിന് മുമ്പ് ഓർമ്മ വന്നാൽ വേഗം അല്ലെങ്കിൽ ആവശ്യം കഴിച്ച് വേഗം എഴുന്നേറ്റ് തയ്യത്ത് നിസ്കരിക്കാം. പക്ഷെ ഇവിടെ തന്നെ ഇരിക്കുന്നിടത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, നിലത്തിരിക്കുന്ന രീതി ഉപേക്ഷിക്കുക. മനസ്സിലായല്ലോ? എന്ന് പറഞ്ഞാൽ നിലത്തിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ നിലത്ത് ചന്തി വെച്ചിരിക്കുക, ആ ഇരുത്തം ഏതായാലും നല്ലതല്ല നിസ്കരിക്കുന്നതിന് മുമ്പ്. എന്നാൽ കാലിൽ ഇരിക്കുന്ന ഒരു ഇരുത്തമുണ്ടല്ലോ, ആ ഇരുത്തം കൊണ്ട് യാതൊരു കുഴപ്പമില്ല. കുറഞ്ഞ സമയം ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയതല്ല. ഒരാള് ക്ഷീണിതനാണ്, ഈ ശ്വാസം മുട്ടിന്റെ രോഗം പോലത്തെ ഒക്കെ ഉണ്ട്, അങ്ങനത്തെ ഒരാള് പള്ളി കയറി പോയി അയാൾ ക്ഷീണിച്ചു, എന്നാൽ പടിഞ്ഞിരിക്കാതെ അല്പസമയം കാലിലിരുന്ന് തന്റെ വലിയ ആ കിതപ്പ് മാറുന്നത് വരെ അങ്ങനെ ഒന്ന് ഇരുന്ന് എഴുന്നേറ്റ് കൊണ്ട് നിസ്കരിച്ചാലും തയ്യത്ത് നഷ്ടപ്പെടൂലാണ്. പക്ഷെ അവിടെ കുത്തിയിരിക്കുക അഥവാ ചന്തി നിലത്ത് വെച്ചിരിക്കുന്ന ഇരുത്തം, ആ ഇരുത്തം നല്ലതല്ല.
അതുകൊണ്ട് ചിലപ്പോൾ തഹിയ്യത്ത് നഷ്ടപ്പെടാൻ ഇടയുണ്ട്. എന്നാൽ ലാ ബിതൂലി ഖിയാമിൻ, ദീർഘനേരം നിൽക്കൽ കൊണ്ടിട്ട് തഹിയ്യത്ത് നഷ്ടപ്പെടൂല. അതിന് ഖിലാഫ് ഉണ്ട് കേട്ടോ. മുഅ്തമദാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നിഹായൊക്കെ പറയുന്നത് ദീർഘനേരം നിന്നാലും എന്താവും, തഹിയ്യത്ത് നഷ്ടപ്പെടും. അതായത് പള്ളിയിൽ കയറിയാൽ താമസിയാതെ നിസ്കരിക്കണം എങ്കിലേ തഹിയ്യത്ത് സുന്നത്തുള്ളൂ എന്നാണ് ഇമാം റബ്നി തങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു പക്ഷം പറയുന്നത്. എന്നാൽ ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് സ്വീകരിക്കുന്ന നയപ്രകാരമുള്ള മഹാന്മാരായ ഇമാമിങ്ങളൊക്കെ പറയുന്നത് നൃത്തം കൊണ്ട് അത് ദീർഘമായാൽ പോലും തഹിയ്യത്ത് നഷ്ടപ്പെടൂല. അതായത് നമ്മളൊക്കെ എടുക്കുന്ന ശൈലി. ഇനിയല്ല ഏറാതിനല്ല, അല്ലെങ്കിൽ തഹിയ്യത്ത് നിസ്കാരത്തെ തൊട്ട് മനസ്സുകൊണ്ട് തിരിഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, അങ്ങനെ അവിടെ കുറച്ചു നേരം നിന്നു എന്നാലും കുഴപ്പമില്ല, ഒന്നും ഉദ്ദേശിക്കാതെ കുറെ നേരം നിന്നു എന്നാലും കുഴപ്പമില്ല, അതുകൊണ്ട് ഖളാവൂല. അപ്പൊ ഇരിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ, ശരിയല്ലേ? ഇരിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. ഇരുന്നോടത്ത് മറന്നു കണ്ടോ അറിയാതെയോ അതല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അസമീഹമായ ക്ഷീണത്തിന് അല്പൊരു ശമനം വരുത്താൻ വേണ്ടിയിട്ടോ ഒക്കെയുള്ള കുറഞ്ഞ ഇരുത്തം കൊണ്ട് നഷ്ടപ്പെടൂല. നൃത്തം ദീർഘമായാലും നഷ്ടപ്പെടൂല. അതുപോലെ തന്നെ നിസ്കരിക്കണ്ടെന്ന് മനസ്സുകൊണ്ട് കരുതിയിരുന്നു, എന്നിട്ട് പിന്നെ നിസ്കരിക്കണം എന്ന് തോന്നി, ഇരുന്നിട്ടില്ല, എന്നാലും നഷ്ടപ്പെടൂല. ഇനി വലിമൻ അഹറമ ബിഹാ, തഹിയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി തക്ബീർ കെട്ടിയവന് ജായിസാണ്. എങ്ങനെ തക്ബീർ കെട്ടി? ഖായിമൻ, നിന്നവനായിക്കൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയവന് ജായിസാണ്. അൽ ഖുഊദ്, ഇരിക്ക, ലി ഇത്മാമിഹാ, തഹിയ്യത്ത് നിസ്കാരം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ അർത്ഥം എന്താ? ഒരു വല്ലാത്തൊരു അർത്ഥം ധ്വനിപ്പിക്കുന്നുണ്ട്. ഒരാള് ഇരുന്നു കൊണ്ട് തഹിയ്യത്ത് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നു. നമ്മൾ നിയമം അങ്ങനെയാണല്ലോ, നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നവർക്ക് തന്നെ സുന്നത്ത് നിസ്കാരം ഇരുന്ന് നിർവഹിക്കാം, അത് പൊതു നിയമമാണ്. പക്ഷേ നിസ്കരിക്കാൻ കഴിയുന്നവർക്ക് ഉദ്റില്ലാതെ ഇരുന്ന് നിസ്കരിക്കുമ്പോൾ പ്രതിഫലം പൗതിയെ കിട്ടുള്ളൂ, എന്നാലും സഹിയാകുമല്ലോ. അതെ, ഈ ഇബാറത്തിന്റെ താല്പര്യം ഇരുന്നു കൊണ്ട് നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ അതിനു വേണ്ടി ഇരുന്നാൽ നഷ്ടപ്പെടും എന്നൊരു ധ്വനിയുണ്ട്. അത് ശരിയല്ല. കാരണം എന്താ? നിന്ന് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടൽ വുജൂബായ ഒരു സുന്നത്ത് നിസ്കാരം ഷാഫി മദ്ഹബിൽ ഇല്ല തന്നെ. സുന്നത്ത് നിസ്കാരം ഏതും നിൽക്കാൻ കഴിയുന്നവന് നിന്നും ചെയ്യാം, ഇരുന്നും ചെയ്യാം. അപ്പോ ഈ ഇരുത്തം എന്തുദ്ദേശത്തോടു കൂടിയാ? തഹിയ്യത്ത് നിസ്കാരം ഇരുന്ന് നിസ്കരിക്കുന്നു എന്ന ഉദ്ദേശത്തോടു കൂടി ഒരാൾ ഇരുന്നു കൊണ്ട് തക്ബീർ കെട്ടിയാലും തഹിയ്യത്ത് നഷ്ടപ്പെടൂല. അപ്പൊ പിന്നെ മറ്റേ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നിന്നുകൊണ്ട് തഹിയ്യത്തിന് നെയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി ഇനി ബാക്കി ഇരുന്ന് പൂർത്തിയാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇനി പറയാം, ഇപ്പൊ അത് സുന്നത്താണെന്ന് പറഞ്ഞല്ലോ. വകുരിഹ തർക്കുഹാ, സുന്നത്താണെന്ന് മാത്രമല്ല തഹിയ്യത്ത് നിസ്കാരം ഉപേക്ഷിക്കൽ കറാഹത്താക്കപ്പെടുകയും ചെയ്യും. മിൻ ഗൈരി ഉദ്രിൻ, ഉദ്റില്ലാത്ത അവസരത്തിൽ. ഉദ്റുണ്ടെങ്കിൽ കറാഹത്തില്ല, ഉദ്റില്ലാത്ത നിലക്ക് ഉപേക്ഷിക്കൽ കറാഹത്ത. ഉദ്റ് കാരണം ഒരാൾ യോഗ്യാണ്, അതല്ലെങ്കിൽ ഉദുവില്ല, ഉദു എടുക്കാനുള്ള സൗകര്യവും അവിടെ ഇല്ല, ഇങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ വളരെ അത്യാവശ്യമായിട്ട് തിരക്കായിട്ട് പോകേണ്ട ആവശ്യമുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഉദുറുകൾ ഉണ്ടെങ്കിൽ കറാഹത്തില്ല. അങ്ങനെയൊന്നുള്ള ഉദുറൊന്നുമില്ല എന്നാ പിന്നെ ഉപേക്ഷിക്കൽ കറാഹത്ത. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ ഫലാ യജ്ലിസ് ഹത്താ യുസല്ലി റകഅത്തൈൻ എന്ന്. അപ്പോ ഉപേക്ഷിക്കുന്നതിന് തൊട്ട് വിരോധം വന്നത് കൊണ്ട് അത് കറാഹത്ത് തന്നെയാണ്. എന്നാൽ ഉപേക്ഷിക്കൽ കറാഹത്താന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കറാഹത്താന്ന് വരാൻ വയ്യല്ലോ. ഉദ്റുള്ളടത്ത്, ഉദ്റ് അല്ലാതെ തന്നെ ചിലപ്പോ കറാഹത്തില്ലാത്ത സ്ഥലമുണ്ട്. ഇൻ ഖറുബ, അടുത്തായിട്ടുണ്ടെങ്കിൽ ജുമുഅയോ അതോ അന്ന് ഫർദ് നിസ്കാരത്തിന്റെ ജമാഅത്ത് തുടങ്ങാൻ പോകുന്നു. വഖശിയ, എന്നിട്ട് ഈ പള്ളിയിൽ കയറി വന്ന ആള് ഭയപ്പെടുന്നു. ലവിഷ്തഗല ബിത്തഹിയ്യത്തി,
ഇപ്പോൾ താൻ തഹിയ്യത്ത് നിസ്കാരത്തിൽ ഏർപ്പെട്ടാൽ ഫവാത്തു ഫളീലത്തി തഹറുമി, ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാമിൽ സംബന്ധിക്കുക എന്ന മഹത്വം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയപ്പെടുന്ന സാഹചര്യമുണ്ടെങ്കിൽ അവിടെ തഹിയ്യത്ത് ഉപേക്ഷിക്കുന്നതിന് കറാഹത്തില്ല. പക്ഷേ ഇന്തവറഹു, ആ ഇമാമിനെ അതിൽ ആ നിസ്കാരത്തെ അവൻ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് വേണ്ടത്, ഖായിമൻ, നിൽക്കുന്നവനായിട്ട്, ഇരിക്കരുത് എന്നർത്ഥം. എന്നാ എന്തു കിട്ടും? ആ ജുമാ നിസ്കരിക്കൽ കൊണ്ട് അല്ലെങ്കിൽ ആ ഫർദ് നിസ്കരിക്കൽ കൊണ്ട് തന്നെ തഹിയ്യത്തും കിട്ടും. ഇരുന്നാൽ അത് കിട്ടൂല. അപ്പൊ അത് ഉപേക്ഷിച്ച കറാഹത്തോട്ടുണ്ടാവൂല. എന്നാൽ അങ്ങനെയല്ല, ജുമയാണെങ്കിൽ പോലും ഇമാമ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുകയാണ്, താൻ വേഗത്തിൽ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിച്ച് കഴിഞ്ഞാലേ ഖുതുബ കഴിയുള്ളൂ, അപ്പൊ തക്ബീറത്തുൽ ഇഹ്റാം ഇമാമിന്റെ കൂടെ കിട്ടും എന്ന് കണ്ടാൽ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും തഹിയ്യത്ത് നിസ്കാരം സുന്നത്തുണ്ട്. അത് മറ്റു ഫർദ് നിസ്കാരങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ. ഇത് കൊടുക്കാൻ ശേഷമായിട്ടുണ്ടെങ്കിൽ ഒരു മിതമായ നിരക്ക് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാനുള്ള സമയം കിട്ടും. എന്നാലും ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം ലഭിക്കുമെന്ന് കണ്ടാൽ അവിടെ തഹിയ്യത്ത് നിസ്കാരം എത്ര തഹിയ്യ കൂട്ടത്തിൽ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം കരുതുകയും ചെയ്യാം. എന്നാൽ അവിടെ ഇരുന്ന ഈ കറാത്ത് വരും, അതുപോലെ തന്നെ തഹിയ്യത്ത് നഷ്ടപ്പെടുകയും ചെയ്യും. ഇനി ഉസ്റുള്ളവന് സുന്നത്ത് ഉൾപ്പേക്ഷിക്കുന്നതോട് കറാത്തില്ല അറിഞ്ഞു, പക്ഷെ കൂലിട്ടൂലല്ലോ. അതിന് പറയുന്നു ഒയുസുന്നു, സുന്നത്താക്കപ്പെടും, ലിമൻ, ഒരു വ്യക്തിക്ക്, ലം യതമക്കൻ മിൻഹാ, തഹിയ്യത്ത് നിസ്കരിക്കാൻ സൗകര്യം കിട്ടിയില്ല, എന്തോ സംഗതി വശാൽ, ഒരു പക്ഷെ സമയം ഇല്ലാത്തത് കൊണ്ട്, അതല്ലെങ്കിൽ വുദു എടുക്കാൻ സൗകര്യം ഇല്ലാത്തത് കൊണ്ട്, അതുപോലെയുള്ള എന്തെങ്കിലും ഉസ്റ് കാരണം ഒരാള് തഹിയ്യത്ത് നിസ്കരിക്കുന്നില്ല. എന്നാൽ ആയിരിക്കാൻ പറ്റാതെ പോയത്, അവിടെയാണെങ്കിൽ വുദു എടുക്കാൻ പറ്റുന്ന സൗകര്യവും ഇല്ല. എന്നാൽ അങ്ങനെയുള്ള ആളുകൾക്ക് സുന്നത്താക്കപ്പെടും അയ്യഖൂല, അവൻ ചൊല്ലൽ, എന്തു ചൊല്ല? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം എന്ന ബാഖിയാത്തു സ്വാലിഹാത്ത് ആവുന്ന മഹത്തായ ദിക്ർ ചൊല്ലുക. എത്ര? 4. കാരണം ഈ 4 വട്ടം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം എന്ന് പറഞ്ഞാൽ ഈ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിന് സമാനമായ പ്രതിഫലം ലഭിക്കുമെന്ന് ചില ഹദീസുകളിലുണ്ട്. അതിന്റെ പുറമെ മനുഷ്യനല്ലാത്ത മറ്റ് ചരാചരങ്ങൾ, അത് ജീവനുള്ളതും ഇല്ലാത്തതുമായ വസ്തുക്കൾ, വഇമ്മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, അള്ളാഹുവിന് തസ്ബീഹ് ചെയ്തും സ്തുതിക്കുകയും ചെയ്യാത്ത ഒരു വസ്തുവുമില്ല എന്ന്. അങ്ങനെ മനുഷ്യനല്ലാത്ത ജീവജാലങ്ങൾ ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ സ്വലാത്താണ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം എന്ന ഹദീസിലുണ്ട്. അപ്പോ മനുഷ്യനാവുന്ന ഉത്തമ ജീവി ചെയ്യേണ്ട തഹിയ്യത്ത് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നാക്കാലിന്റെ പദവിനെക്കാട്ടിലും കുറയണ്ട. നാക്കാലിയാണെങ്കിൽ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം ചൊല്ലുന്നുണ്ട്. അങ്ങനെങ്കിലും ആയിക്കോട്ടെ, അതാപ്പതിൻ്റെത്. ഇനി എന്നാൽ തുക്റഹു, ഈ തഹിയ്യത്ത് നിസ്കാരം കറാഹത്താക്കപ്പെടും ലി ഖതീബിൻ, ഖതീബ് ഉസ്താദ്, പള്ളിക്കലെ ഖതീബ് ഉസ്താദിന് തഹിയ്യത്ത് നിസ്കാരം കറാത്ത എപ്പോ? ദഖല, ഖതീബ് ഉസ്താദ് പള്ളിയിൽ കയറിയത്, ദഖല വഖ്തുൽ ഖുതുബത്തി, ഖുതുബ കാണാൻ സമയം പ്രവേശിച്ചിട്ടുണ്ട്. ഇപ്പൊ പള്ളിക്ക് കയറിയായിട്ട് 2 റക്അത്ത് തഹിയ്യത്ത് സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം ഖുതുബ എന്ന് പറയാൻ പാടില്ല, അത് കറാഹത്താണ്. ഖതീബിന് തഹിയ്യത്ത് ഖുതുബ നിർവഹിക്കലാണ്. അതേ സമയത്ത് ചില മൂല്യന്മാരുണ്ടാവും നേരത്തെ തന്നെ വന്ന് ഏട്ടിയും കാട്ടി ഇങ്ങനെ പള്ളിക്ക് കുത്തിരിക്കണേ. അത് നല്ലതല്ല. അതിനിപ്പോ പള്ളിയിൽ ആദ്യം മൗലിയാർക്ക് റൂമില്ലാത്ത ചില പള്ളി ഉണ്ടാവും, അവിടെ പിന്നെ മൗലിയാർക്കൊക്കെ എന്താ കാട്ടുന്നത്? മിറ്റത്ത് കുത്തിരിക്കേ.
ഔട്ട് വയ്യാണല്ലോ, മിറ്റത്തുനിന്ന് തയ്യത്ത് സ്കരിക്കാൻ പറ്റൂലല്ലോ. അകത്ത് കയറിയ മുഖത്തുവരെ സമയമായി, എന്നാ പിന്നെ അവിടെ തയ്യത്ത് സ്കരിക്കാനും വയ്യല്ലോ. അപ്പൊ നേരത്തെ എത്തിയെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഖുത്ബയുടെ വഖത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് നേരത്തെ ഖത്തീബ് പള്ളിയിൽ എത്തിയെങ്കിൽ അയാൾക്ക് തയ്യത്ത് സ്കരിക്കാൻ പറ്റുള്ളവരെ പോലെ. ഇത് അങ്ങനെയല്ല. ഖുത്ബയുടെ വഖത്ത് ആയതിനു ശേഷം പള്ളിയിൽ കയറിയാൽ അവിടെ തഹിയ്യത്ത് സ്കരിക്കൽ ഖതീബിന് കറാഹത്താണ്. അദ്ദേഹം നിർവഹിക്കേണ്ട തഹിയ്യത്ത് ഖുത്ബയാണ്. ഇനി അതുപോലെ തന്നെ വലി മുരീദ് ത്വവാഫിൻ, കഅബ ഷരീഫിനെ ത്വവാഫ് ചെയ്യാൻ ഉദ്ദേശിച്ച വ്യക്തിക്ക് തഹിയ്യത്ത് സ്കരിക്കൽ കറാഹത്താണ്. എങ്ങനെ? ദഖലൽ മസ്ജിദ, അവൻ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചു. മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചപ്പോ എന്താ ഉദ്ദേശം? തവാഫ് ചെയ്യണമെന്ന് ഉദ്ദേശമുണ്ട്. എന്നാ പിന്നെ അവിടെ തഹിയ്യത്ത് സ്കരിക്കൽ കറാഹത്ത. നേരെ മറിച്ച് മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചവൻ ചെയ്യേണ്ട തഹിയ്യത്ത് കഅബ തവാഫ്. അപ്പം പിന്നെ ഒരു മസ്ജിദുൽ ഹറാമിൽ തന്നെ നമ്മൾ പ്രവേശിച്ചത്, പക്ഷെ ഇപ്പോൾ തൽക്കാലം തവാഫ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നാ തഹിയ്യത്ത് സുന്നത്തുണ്ടാണ്. മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുമ്പോൾ തീരെ തഹിയ്യത്ത് സുന്നത്തില്ല എന്നല്ല. മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുകയും തവാഫ് ചെയ്യാൻ ഉദ്ദേശവും ഉണ്ടെങ്കിൽ അവിടെ തഹിയ്യത്ത് സ്കരിക്കൽ കറാഹത്താണ്. അവിടെ നേരെ തവാഫ് ചെയ്യുക. തവാഫ് ചെയ്തതിന് ശേഷം തവാഫിന്റെ 2 റക്അത്ത് സുന്നത്ത് സ്കരിക്കുന്ന കൂട്ടത്തിൽ എന്തു കൂടിക്കരുത്? തഹിയ്യത്ത് കൂടിക്കരുത്. എന്നാൽ രണ്ടും കിട്ടും. തവാഫിന്റെ സുന്നത്ത് നിസ്കാരത്തിന്റെ കൂലിയും കിട്ടും, തഹിയ്യത്തിന്റെ കൂലിയും കിട്ടും. അതിന്റെ ഇടയ്ക്ക് ഇരിക്കണില്ലല്ലോ. അതുകൊണ്ട് എന്നാൽ ലാലി മുദരിസിൻ, ദർസ് നടത്താൻ വേണ്ടിയിട്ട് പള്ളിയിലിരുന്ന് ദർസ് നടത്തുന്ന ഉസ്താദ് ഔട്ടിക്കൊളി. എന്നാൽ ആ പള്ളിയിൽ ദർസ് നടത്താൻ വേണ്ടി പ്രവേശിച്ച മുദരിസ്, അയാൾക്ക് തഹിയ്യത്ത് സുന്നത്തുണ്ട്, കറാത്തില്ല. എന്നാൽ ഖിലാഫല്ലി ബാദിഹിം, ചില ഇമാമിങ്ങൾക്ക് അവിടെയും ഖിലാഫുണ്ട്. എന്തുകൊണ്ട്? ഖുതുബ കേൾക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ആളുകളൊക്കെ വന്നിട്ട് അവിടെ മോല്യാര് തഹിയ്യത്ത് സ്കരിക്കുന്നത് കറാത്താണ് എന്നതുപോലെ തന്നെ മുതല്ലിമീങ്ങളൊക്കെ കിതാബ് ഓതാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ഇങ്ങനെ കുത്തിക്കുക. അതിന്റെ അടുക്ക് മോല്യാര് ഇനിയിപ്പോ അവിടെ തഹിയ്യത്ത് സ്കരിക്കാൻ നിൽക്കുന്നത് ഇവരുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായതുകൊണ്ട് അത് സുന്നത്തില്ല എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയല്ല. അങ്ങനെയൊക്കെ ഇൽമു പഠിച്ചാൽ മതി. ഇൽമു പഠിക്കുന്ന കുറച്ചൊക്കെ അമൽ ചെയ്യുമാണ്. ഉസ്താദ് ഓതിക്കൊടുത്തിട്ട് പഠിക്കുന്നതിലേറെ കുട്ടികൾ ഇൽമു പഠിക്കുന്നത് ഉസ്താദിന്റെ ജീവിതം കണ്ടിട്ടാ. മനസ്സിലായില്ലേ? ഉസ്താദ് എന്നും എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉസ്താദാണെങ്കിൽ കുട്ടികളെ വിളിച്ചുകാണ്ട് മക്കളെ നിങ്ങളൊക്കെ തഹജ്ജുദ് നിസ്കരിക്കണേ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഈ ഉസ്താദിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന മുതല്ലിമീങ്ങൾ ഉസ്താദിന്റെ തഹജ്ജുദ് നേരെ കണ്ട് അവർ ജീവിതത്തിൽ പകർത്തും. അതുപോലെ തന്നെ ഉസ്താദിന്റെ ജീവിതത്തിലുള്ള എല്ലാ നല്ല നടപടികളും നിങ്ങൾ അതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, കുട്ടികൾ ചെയ്തോളൂ. അപ്പൊ അത് കൊണ്ട് തന്നെ അതും ഒരു താലീമാണ്. ഇപ്പൊ നമ്മളെ നാട്ടിൽ എനിക്ക് നല്ല വിയോജിപ്പുണ്ട് ആ വിഷയത്തിൽ. അതായത് നമ്മളെ നാട്ടില് മഗ്രിബ് കേട്ട് നിസ്കരിച്ചാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ശരീക ലഹു അല്ലാഹുമ്മ അജ്ർനി മിനൻ നാറും 10 7 വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ വേഗം ദ്വാരന്ന് സുന്നത്ത് നിസ്കരിച്ചു ഇല്ലാത്തവരില്ല പോഞ്ഞ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ഇല്ല അല്ലാഹു അക്ബർ ഇല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല ഇഖ്ലാസും വഅദതീനി ഇല്ല, ഒന്നുമില്ല. അല്ല ദർസിലുള്ള അല്ലെങ്കിൽ മദ്രസക്കുള്ള പഠിക്കാനുള്ള സമയം കിട്ടൂല. എന്തിനാ ചങ്ങായിമാരെ പഠിക്കണ്? കിതാബോധി പഠിക്കുന്നത് ചെറിയൊരു ഇൽമ, അതിനേക്കാൾ വലിയ ഇൽമ് പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നതാ. അതായത് മദ്രസയെന്ന് 5 10 ഇങ്ങനെയൊക്കെ ചെല്ലൊരു സുന്നത്തുണ്ട് എന്ന് പഠിക്കുക കുട്ടികൾക്ക്. എന്നിട്ട് ആ പഠിപ്പിക്കുന്ന ഉസ്താദും പഠിക്കുന്ന കുട്ടികളും അതൊന്നും ചെല്ലാൻ നിൽക്കാതെ പാഞ്ഞ് വേപ്പെടുത്ത് ക്ലാസ് എടുക്കാൻ പോവുക. ആ ക്ലാസ്സിൽ ഒരു മനയില്ല. മറിച്ച് അവിടെ പഠിച്ചത് ഇവിടെ ഉസ്താദ് ചെയ്ത് കാണിക്കുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥത്തിലുള്ള ഇൽമ്. അത് കുട്ടികളുടെ ജീവിതത്തിൽ എന്നും നിൽക്കും. മറ്റേ അതുപോലെ ഉസ്താദിന് എന്നെ അതിനൊരു വിശ്വാസമില്ല, അങ്ങനെ സുന്നത്തുണ്ട് എന്ന് പറയുന്നു എന്നല്ലാതെ ഉസ്താദിന് വിശ്വാസം ഉണ്ടെങ്കിൽ ഇപ്പൊ ഉസ്താദ് ചെയ്യൂലേ? അപ്പൊ അതൊക്കെ നമ്മൾ നോക്കണം. നമ്മൾ ചെയ്ത് കാണിച്ചുകൊണ്ട് ഈ പഠിപ്പിക്കുന്നത് കുറെയൊക്കെ ചെയ്ത് കാണിക്കുക. അപ്പൊ അതിൽ പെട്ടതാണ് പള്ളിയിൽ കയറിയാൽ തഹിയ്യത്ത് വളരെ മുഅക്കദായ സുന്നത്താണ്, അത് ഉപേക്ഷിക്കൽ കറാഹത്താണെന്ന് ഓതിക്കൊടുക്കുന്ന ഉസ്താദ് ദർസ് നടത്താൻ വേണ്ടി പള്ളിയിൽ കയറി ചെന്നാ തുടങ്ങിക്കൂടി ബില്ലാഹി തൗഫീഖ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോ ഈ തഹിയ്യത്ത് എന്നൊക്കെ ഉസ്താദ് പറയാന്നല്ലാതെ അതിനൊന്നും അത്ര വലിയ കാര്യമില്ലാതെ ഔട്ട് മനസ്സിലാക്കുക. അതേ സമയത്ത് ഓപ്പറായ ഇഖ്ലാസോട് കൂടി കയറി
വേഗം 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിച്ച് എന്നിട്ട് വന്നിരിക്കുമ്പോ ആ ഉസ്താദിനെ പറ്റിയിട്ട് തന്നെ ഒരു മതിപ്പുണ്ടാവും. തന്നെയല്ല ഈ തഹിയ്യത്ത് നിസ്കാരത്തിന്റെ ഗാംഭീര്യവും ഗൗരവവും കുട്ടികളുടെ മനസ്സിലൊന്നുകൂടി പതിയും. അതുകൊണ്ടാണ് അങ്ങനെ ചിലർക്ക് ഖിലാഫ് ഉണ്ടെങ്കിൽ അത് ശരിയല്ല, മുദരിസ് നിസ്കരിച്ചിട്ടിരുന്നോട്ടെ. കാരണം അത് തഅലീമാണ്. തഅലീമ് ലേണിംഗ് ബൈ ഡൂയിങ്, അതാണ് ശരിയായ ശാസ്ത്രീയ വിദ്യാഭ്യാസം. ചെയ്ത് കാണിച്ച് പഠിപ്പിക്കുക. അല്ലാതെ അങ്ങനെ അത് ചെയ്തോളേണ്ടി ഇത് ചെയ്തോളേണ്ടി അങ്ങനെ പറഞ്ഞോളേണ്ടി ഇങ്ങനെ ചൊല്ലിക്കൊള്ളേണ്ടി എന്ന് പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ ഉസ്താദ് അത് ചെയ്ത് കാണിക്കുമ്പോൾ അത് കുട്ടികളുടെ മനസ്സിൽ ആഴത്തിൽ പതിയും. അപ്പൊ അതുകൊണ്ട് ദർസിന് വേണ്ടിയിട്ട്, അതേ സമയത്ത് ജുമാന്റെ അങ്ങനെയല്ല, ജുമാ അവിടെ പഠിപ്പിക്കുന്ന സമയമല്ല. അതാണല്ലോ ഇപ്പൊ നമ്മളിപ്പോ ഈ കൂട്ടരോട് നിങ്ങൾ തറ പ്രസംഗിക്കാൻ നിൽക്കല്ലേ അപ്പൊ എന്ന് പറയുന്നത്. പ്രസംഗം തെറ്റായത് കൊണ്ടല്ല, ആ സമയത്തായി പാടില്ല. ആ സമയത്ത് ഖുത്ബന്റെ സമയ. തഹിയ്യത്ത് പോലും നിസ്കരിക്കൽ സുന്നത്തില്ല മൗലിയാർക്ക് അവിടെ. എന്നിട്ട് അങ്ങളെ തറപ്രസംഗം. ഞാൻ വിഷയത്തിന് എവിടെക്കോ പോണുണ്ടോ, ഞാൻ വിട്ടു. ആ വിഷയത്തിന് എവിടെയോ പോവാണെന്ന് തോന്നുന്നു. വറക്കാത്ത ഇസ്തിഖാറത്തിൻ. ഇനി ഇസ്തിഖാറത്തിന്റെ 2 റക്അത്ത് സുന്നത്ത്. ഇസ്തിഖാറത്ത് തന്നെ ഖൈറിനത്തെ ചോദിക്കാൻ വേണ്ടി. സീനും താവും ത്വലബിന്റെ മയനക്കാണ് സാധാരണ വരാറ്. ചില സാഹചര്യത്തിലല്ലാതെയും വരാറുണ്ട്. ഇവിടെ ത്വലബിനാണ്. അപ്പോ ഖൈറിനെ ചോദിക്കാൻ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോകും. അത് ഫർളായ കാര്യമാണെങ്കിലും മോശമായ ഫർളാണെങ്കിൽ കേട്ടോ, ഫർളായ കാര്യമാണെങ്കിലും സുന്നത്തായ കാര്യമാണെങ്കിലും ഹലാലായ കാര്യമാണെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ ഇപ്പോൾ അത് ചെയ്യുന്നത്, ഈ സന്ദർഭത്തിൽ അത് ചെയ്യുന്നത് ഖൈറുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ച് ദുആ ചെയ്യുന്ന നിസ്കാരമാണ് വളരെ പ്രധാനപ്പെട്ട, നമ്മൾ ഇന്ന് പലരും അവഗണിച്ച് കളഞ്ഞ ഒരു മഹത്തായ സുന്നത്താണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്തിഖാറത്തിന്റെ ദുആ ഖുർആനിലെ ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ തെറ്റിതിരുത്തി സൂക്ഷ്മമായി ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾക്ക് ചൊല്ലിക്കൊടുത്ത് പഠിപ്പിക്കുമായിരുന്നു. അപ്പൊ ഏതൊരു നല്ല കാര്യവും ചെയ്യാൻ ഇറങ്ങുന്നതിന് മുമ്പ് അതിൽ ഖൈറിന് വേണ്ടി അള്ളാഹുവിനോട് 2 റക്അത്ത് നിസ്കരിച്ച് ദുആ ചെയ്ത് തുടങ്ങൽ എപ്പോഴും നല്ലതാണ് എന്ന് പഠിപ്പിക്കലാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. 2 റക്അത്ത് അത് തന്നെ 2 കാര്യമുണ്ട്. സാധാരണ ഒരു ഹലാലായ അല്ലെങ്കിൽ സുന്നത്തായ അല്ലെങ്കിൽ വിശാലമായ ഫർള്, മോശമായ ഫർള് ദുഹർ നിസ്കരിക്കണോ വേണ്ട എന്നുള്ള തയ്യത്ത് ഇസ്തിഖാറത്ത് സ്കെച്ച് തീരുമാനിക്കേണ്ട വിഷയമല്ല. അതേ സമയത്ത് ഈ കൊല്ലം ഹജ്ജിന് പോണോ വേണ്ടേ, ഈ പ്രാവശ്യം ഉംറക്ക് പോണോ പോണ്ടേ, അല്ലെങ്കിൽ ഈ സംഘത്തിന്റെ കൂടെ പോണോ പോണ്ടേ, അതൊക്കെ ഇസ്തിഖാറത്ത് നടത്തേണ്ട വിഷയങ്ങളാണ്. അങ്ങനെ പ്രധാനപ്പെട്ട ഒരു കാര്യം തുടങ്ങാൻ പോകുമ്പോൾ ഒരു ഇസ്തിഖാറത്ത്. പിന്നെ ബഹുമാനപ്പെട്ട സൂഫികളായ മഹാന്മാരായ ഉലമാക്കൾ നടത്തുന്ന ദിവസത്തിൽ ഒരിക്കൽ എപ്പോഴും തന്റെ ജീവിതത്തിൽ ഖൈറായ കാര്യങ്ങൾ മാത്രം ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടിയും ഷർറിനെ തൊട്ടിട്ട് കാവല് കിട്ടാൻ വേണ്ടിയിട്ടും ഉള്ള ഒരു ഇസ്തിഖാറത്ത് നിസ്കാരവും ഉണ്ട്. അത് ദിവസവും ഒരു പ്രാവശ്യം ഏതെങ്കിലും ഒരു സമയത്ത്, കറാഹത്തായ വഖത്തല്ലാത്ത ഏതെങ്കിലും ഒരു സമയത്ത് ദിവസം ഒരിക്കൽ 2 റക്അത്ത് നിസ്കരിച്ച് ഇസ്തിഖാറത്തിന് വേണ്ടി ദുആ ചെയ്യൽ പതിവുണ്ട് സൂഫികൾ. അതെന്തിനാന്ന് വെച്ചാൽ തന്റെ ജീവിതത്തിൽ എല്ലാ ഖൈറും ചെയ്യാനുള്ള തൗഫീഖ് കിട്ടാനും ഷർറിനെ തൊട്ട് കാക്കപ്പെടാനും ഉദ്ദേശിച്ചുകൊണ്ടുള്ള നിസ്കാരമാണ്. അങ്ങനെയും നിസ്കരിക്കുക. ഇപ്പൊ നമ്മൾ ഇവിടെ പറയുന്നൊന്നും അല്ലാതെ ഇനി ഒരുപാട് നിസ്കാരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അതിലേക്കൊന്നും ഇപ്പൊ ഞാൻ കടന്നു വരില്ല. ഇനി ഇഹ്റാമിൻ, ഹജ്ജിന് അല്ലെങ്കിൽ ഉംറക്ക് ഒക്കെ ഇഹ്റാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 റക്അത്ത്. വതവാഫിൻ, കഅബ ഷരീഫിനെ വാജിബോ ഫർളോ സുന്നത്തോ ആയ ഏത് തവാഫ് ചെയ്താലും ആ തവാഫിന്റെ ശേഷമുള്ള 2 റക്അത്ത്. വവുദൂഇൻ, വുദൂ എടുത്തു കഴിഞ്ഞാലുള്ള മറ്റേതെങ്കിലും നിസ്കാരം നിസ്കരിക്കുകയാണെങ്കിൽ മതി, ഇല്ലെങ്കിൽ 2 റക്അത്ത് സുന്നത്ത് വുദൂവിന് വേണ്ടി. ഇങ്ങനെയുള്ള സുന്നത്തുകളൊക്കെ സുന്നത്ത് നിസ്കാരങ്ങളിൽ പെട്ടതാണ്. അതിന്റെയൊക്കെ വിശദാംശങ്ങൾ ഈ ആയത്തിൽ
അതുപോലെ തന്നെ യാനത്തിനേക്കാളും കൂടുതൽ ആ വിഷയത്തിൽ നിഹായത്തു സൈനിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അവ നോക്കാവുന്നതാണ്. ഇനി ഇങ്ങനെയൊക്കെ സുന്നത്തുണ്ടെങ്കിലും ഇനി പറയട്ടെ, വീടും തഹിയ്യത്തി, തഹിയ്യത്ത് പള്ളിയിൽ കയറിയാലുള്ള തഹിയ്യത്തിന് വേണ്ടിയുള്ള റക്അത്തും വമാബഅദഹ, അതിനുശേഷം നമ്മൾ പറഞ്ഞ ഇസ്തിഖാറത്തിന് വേണ്ടിയുള്ള 2 റക്അത്ത്, ഇഹ്റാമിന് വേണ്ടിയുള്ള 2 റക്അത്ത്, ത്വവാഫിന്റെ ശേഷമുള്ള 2 റക്അത്ത്, വുദൂഇന്റെ ഉടനെയുള്ള 2 റക്അത്ത്, ഈ പറയുന്നതൊക്കെ നിർവഹിക്കാൻ പറ്റും ബിറക്അത്തൈനി ഫഅക്സറ, 2 അതിൽ കൂടുതലോ റക്അത്ത്. 2 എന്ന് പറഞ്ഞാൽ അതിന്റെ മിനിമന. 2 കൂടുതൽ നിസ്കരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഉദാഹരണം തഹിയ്യത്തിന് ഉദ്ദേശിച്ചുകൊണ്ട് ഒരാള് 10 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് കരുതിയാണ് ഒരു കുഴപ്പമില്ല. അതേ സമയത്ത് 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിച്ചു, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ 2 റക്അത്തും കൂടി അതില്ല. രണ്ടാമത് പിന്നെ തഹിയ്യത്തില്ല. ഒന്നിച്ച് നിങ്ങൾ തക്ബീർ കിട്ടുകയാണെങ്കിൽ 10 റക്അത്ത് ഒന്നിച്ചാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഒക്കെ തഹിയ്യത്ത് തന്നെ. അതുപോലെ തന്നെ ഇസ്തിഖാറത്തിന് വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കാം. ഒരാൾ എന്ത് ഇസ്തിഖാറത്തിന് വേണ്ടിയിട്ട് 4 റക്അത്ത് നിസ്കരിച്ചിട്ട് വരയ്ക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല. അതേസമയത്ത് 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി പിന്നെ വീണ്ടും 2 റക്അത്ത്, അങ്ങനെയില്ല. അതുപോലെ തന്നെ വുദൂഇന്റെ ശേഷം അല്ലെങ്കിൽ ഇഹ്റാമിന് വേണ്ടി ഒരാൾ ഇഹ്റാമിന് വേണ്ടിയിട്ട് കറാത്തല്ലാത്ത വഖത്തിനെ പറ്റും. അതൊക്കെ ഈ ഇഹ്റാമിന് വേണ്ടിയിട്ട് ഒരാൾ 4 റക്അത്ത് നിസ്കരിക്കുന്നു, കുഴപ്പമില്ല, 4 റക്അത്ത് നിസ്കരിച്ചാൽ പറ്റുമോ. അതേസമയത്ത് 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി പിന്നെ 2 ആയില്ല, 2 റക്അത്തെങ്കിലും നിസ്കരിക്കുക, അല്ലെങ്കിൽ 4 ആക്കുക, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ വുദൂഇന്റെ 2 റക്അത്ത് നിസ്കരിച്ചാൽ തന്നെ അസ്ലു സുന്നത്ത് കിട്ടും. ഒരാൾ വുദൂ എടുത്ത വുദൂഇന്റെ സുന്നത്തായിട്ട് 4 റക്അത്ത് നിസ്കരിച്ചോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ മുത്തലഖ് സുന്നത്ത് വേട്ടതാ. ഇനി മിൻ ഫർളിൻ, ഫർള് കൊണ്ട് പറ്റൂ, ഔ നഫ്ലിൻ ആഖർ, അല്ലെങ്കിൽ വേറെ സുന്നത്ത്. ഉദാഹരണം ളുഹറിന്റെ തൊട്ട് മുമ്പാണ് പള്ളി കയറുന്നത്, അപ്പോ വുദൂ എടുത്തും ചെയ്തേന്ന്. അപ്പൊ വുദൂഇന്റെ സുന്നത്തും തഹിയ്യത്തിന്റെ സുന്നത്തും ളുഹറിന്റെ മുമ്പുള്ള 2 റക്അത്തും കൂടി ഞാൻ നിസ്കരിക്കുന്നു, ഖലാസ്, ഒരു കുഴപ്പമില്ല. 2 റക്അത്ത് കൊണ്ട് തന്നെ ളുഹറിന്റെ സുന്നത്തും കിട്ടും, വുദൂഇന്റെ സുന്നത്തും കിട്ടും, തഹിയ്യത്തും കിട്ടും. ഇനി അതല്ല, പള്ളി കയറിയപ്പോ ജമാഅത്ത് തുടങ്ങുകയാണ്, ഇനിയിപ്പോ അവിടെ സുന്നത്ത് നിസ്കരിക്കാൻ സമയമില്ല, എന്നാ എന്ത് കരുതി? വുദൂഇന്റെ സുന്നത്തും കരുതി, തഹിയ്യത്തിന്റെ സുന്നത്തും കരുതി, ളുഹർ നിസ്കരിക്കുകയും ചെയ്തു, ഒക്കെ കിട്ടും, ഒരു കുഴപ്പമില്ല. വീടും നിറഞ്ഞ ഈ മറ്റേ സുന്നത്ത് അല്ലെങ്കിൽ ഫർദിന്റെ കൂട്ടത്തിൽ തഹിയ്യത്തിനെ അതല്ലെങ്കിൽ ഈ വുദൂഇന്റെ സുന്നത്തിനെ പോലത്തത് കരുതിയിട്ടില്ലെങ്കിലും വീടും എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തേ വിടുക? അതിന്റെ കൽപ്പന വീടും. പള്ളി കയറിയാൽ തഹിയ്യത്ത് നിസ്കരിക്കാതെ ഇരിക്കരുത് എന്ന് പറയുന്ന ആ കൽപ്പന സ്വീകരിച്ചവനായി തീരും. വുദൂ എടുത്താൽ 2 റക്അത്തെങ്കിലും നിസ്കരിക്കണം എന്ന ആജ്ഞ നിറവേറ്റിയവനാവും, നിയ്യത്ത് ചെയ്തിട്ടില്ലെങ്കിലും. അപ്പൊ ആ ഉപേക്ഷിക്കുക എന്ന വേഴ്സ് ഉണ്ടാവൂല. എന്നാ കൂലിട്ടണെങ്കിലോ അത് പറയുന്നുണ്ട്, ഐയസ്കുത്തു തൊലബുഹ, ഈ പറയപ്പെട്ട സുന്നത്തസ്കാരങ്ങളോ കൊണ്ടുള്ള കൽപ്പന വീടും ബിദാലിക്കായി പറ്റുന്നതിന്റെ കൂടെ നിസ്കരിക്കലുമുണ്ട്. നിയ്യത്ത് ചെയ്യാതെ പ്രധാന പള്ളി കയറിയ ഉടനെ ളുഹ്റുസ്കരിക്കുകയാണ്, ആ ളുഹ്റുസ്കാരത്തിലാണ് കൂടി. അപ്പൊ തഹിയ്യത്തിനും കരുതിയിട്ടില്ല, വുദൂഇനും കരുതിയിട്ടില്ല, ഒന്നും കരുതിയിട്ടില്ല. എന്നാൽ പോലും വുദൂഇന്റെ ശേഷമുള്ള നിസ്കാരത്തിനുള്ള കൽപ്പന, പള്ളി കയറിയുള്ള തഹിയ്യത്തിന്റെ കൽപ്പനയൊക്കെ വീടും. എന്നാൽ ഹുസൂലു സവാബിഹ, ഈ തഹിയ്യത്ത് നിസ്കരിച്ച നിസ്കാരത്തിന്റെ കൂലി കിട്ടല്, അതുപോലെ തന്നെ വുദൂഇന്റെ ശേഷം ഉടനെയുള്ള സുന്നത്ത് നിസ്കാരത്തിന്റെ കൂലി കിട്ടല്, അത് ഫൽ വജ്ഹു മുഅ്തമദ് തവഖുഫുഹു, ആ കൂലി കിട്ടൽ നിൽക്കും അല നിയ്യത്തീൻ, നിയ്യത്ത് ചെയ്തെങ്കിൽ കൂലി കിട്ടുള്ളൂ, നിയ്യത്ത് ചെയ്യാൻ ഞാൻ കൂലി കിട്ടൂല. എന്നാൽ അത് ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെയൊക്കെ തരീഖാണ്. ഇമാം റംലി തങ്ങളുടെ തരീഖനുസരിച്ച് വേണ്ട കൂലിയും കിട്ടുന്ന, പുറത്തെ നിയ്യത്ത് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഈ തൊലബ് വീടും എന്ന് പറഞ്ഞോടത്തൊക്കെ അതിന്റെ കൂലിയും കിട്ടുന്ന. പക്ഷെ ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ തരീഖനുസരിച്ച്, അതാണല്ലോ ഇപ്പൊ നമ്മൾ ഒറ്റമതാക്കണ മലബാരികള് മഖ്ദൂമ് തങ്ങളെ പിന്തുടർന്നിട്ട് അത് നമ്മൾ ഒറ്റമതാക്കുന്നത്. അതനുസരിച്ച്
നമ്മുടെ ദൃഷ്ടിയിൽ നമ്മുടെ ഇമാമിയങ്ങൾ പറഞ്ഞതനുസരിച്ച് നിയ്യത്ത് ഏതെങ്കിലും കൂലിയിട്ടുള്ളൂ. ഇപ്പൊ ഉദാഹരണം, തയ്യത്തിനെയും കരുതി വുദൂ നിസ്കാരത്തിനെയും കരുതി എന്നാൽ ഫർളാവുന്ന ദൂര നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുന്നു എന്നും കരുതി നാം മൂന്നും കിട്ടും. ഇല്ലേ? ഇല്ലെങ്കിൽ തയ്യത്ത് നിസ്കരിച്ചില്ല എന്നുള്ള കറാത്ത് ഉണ്ടാവില്ല. വുദൂവിന്റെ ശേഷമുള്ള സുന്നത്ത് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഖിലാഫുലൗല വരൂല. എന്നാൽ തയ്യത്ത് നിസ്കരിച്ച കൂലിയും വുദൂവിന്റെ സുന്നത്ത് നിസ്കരിച്ച കൂലിയും കിട്ടും? ആ കിട്ടൂല. അങ്ങനെയാണ് നമ്മളെ വച്ച്. എന്താ നിയ്യത്തുണ്ടെങ്കിലേ കൂലിട്ടുള്ളൂ എന്ന് പറയാൻ കാരണം ലിഹബരി ഇന്നമല്ലാമാലു നിയ്യാത്തി, അമലുകളൊക്കെ നിയ്യത്ത് കൊണ്ടാണ് പ്രതിഫലം കിട്ടുന്നതെന്നോ സഹിയാവുന്നതെന്നൊക്കെ അർത്ഥം വെച്ചോളി. അപ്പൊ നിയ്യത്തില്ലാതെ വരുമ്പോ തേട്ടം വീടുന്നല്ലാതെ കൂലി കിട്ടൂലെന്നല്ലേ ആ ഹദീസിന്റെ താല്പര്യം. അതുകൊണ്ട് നിയ്യത്ത് വേണം. നിയ്യത്തുണ്ടായാൽ കൂലി കിട്ടും. ഇല്ലെങ്കിലോ കൽപ്പന വീടും, ഉപേക്ഷിച്ച വീഴ്ച വരൂല എന്നർത്ഥം. കമാ ഖാലഹു ജമ്മു മുതഅഖിറൂന, ഇങ്ങനെ നിയ്യത്ത് ചെയ്തെങ്കിലേ കൂലി കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ തൊലബ് വിടുകയുള്ളൂ എന്നാണ് മുതഅഖിരീങ്ങളായ ഒരു സംഘം ഇമാമിയങ്ങൾ പറയുന്നത്. വതമദഹു ശൈഖുനാ, കണ്ടോ? ആ ശൈഖുനന്റെ തരീഖാണ് പറഞ്ഞത്. നമ്മളെ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ മുഅ്തമദാക്കുകയും ചെയ്തത് നിയ്യത്തുണ്ടെങ്കിലേ കൂലി ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ കൽപ്പന വിടുകയേ ഉള്ളൂ എന്ന അഭിപ്രായത്തിനാണ് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ മുൻതൂക്കം കൊടുത്തത്. പക്ഷേ ലാക്കിൻ അങ്ങനെയൊക്കെയാണ് ശൈഖുൽ മുഅ്തമദാക്കിയതും മുതഅഖിരീങ്ങളായ സംഘം ആളുകൾ പറഞ്ഞതെങ്കിലും വാഹിറു കലാമിൽ അസ്ഹാബി, നമ്മുടെ ഷാഫി മദ്ഹബിലെ അസ്ഹാബിന്റെ കലാം, മുതഖദ്ദിമീങ്ങളായ അസ്ഹാബിന്റെ കലാമിന്റെ വാഹിർ നോക്കുമ്പോൾ ഹുസൂലു സവാബിഹ, ഈ പറയപ്പെട്ട തഹിയ്യത്ത്, അതുപോലെ തന്നെ വുദൂഇന്റെ നിസ്കാരം പോലെയുള്ള, അതുപോലെ തന്നെ ഈ ഇഹ്റാമിന് വേണ്ടി തുടങ്ങിയ നിസ്കാരങ്ങളുടെ കൂലി തന്നെ കിട്ടും. വൈലം യൻവിഹാമാഹു, ഈ മറ്റുള്ള ഫർളോ മറ്റു സുന്നത്തോ ആവുന്ന നിസ്കാരത്തിന്റെ കൂട്ടത്തിൽ ഇവയെ കരുതിയിട്ടില്ലെങ്കിൽ പോലും പ്രതിഫലം കിട്ടും എന്നാണ് മനസ്സിലാകുന്നത്. മാത്രവുമല്ല ഉവ്വ കിട്ടും എന്നത് തന്നെയാണ് മുഖ്തദാ കലാമുൽ മജ്മൂഇ, മജ്മൂഇൽ നബി ഇമാം തങ്ങൾ പറഞ്ഞ ഖൗലിന്റെ ആശയവും തന്നെയല്ല. ശൈഖുന ഇബ്നു സിയാദും ആ അഭിപ്രായക്കാരൻ തന്നെയാണ്. മനസ്സിലായില്ലേ? കൂലി കിട്ടും എന്നുള്ള അഭിപ്രായം തന്നെയാണ് ശൈഖുന ഇബ്നു സിയാദിനും, അതുപോലെ തന്നെ ഇമാം നവവി തങ്ങളുടെ മജ്മൂഇന്റെ കലാമിന്റെ താല്പര്യവും അങ്ങനെയാണ്. ഏതായാലും നിയ്യത്ത് ചെയ്യുന്നതിനാണ് സൂക്ഷ്മത. നിയ്യത്ത് ചെയ്തില്ലെങ്കിലും പ്രതിഫലം കിട്ടും എന്നാണ് നല്ലൊരു ഭാഗം ഉലമാക്കൾ പറഞ്ഞത്. എന്നാൽ ഇബ്നു ഹജർ ഹൈതമി തങ്ങളൊക്കെ മുഅ്തമദാക്കിയത് കൽപ്പന വീടുകയുള്ളൂ, പ്രതിഫലം കിട്ടണമെങ്കിൽ നിയ്യത്ത് തന്നെ വേണം എന്നാണ്. ആലൂരെ നോക്കലേ, ഇത് കുറെ ഉണ്ട്. വയഖ്റഊനതുബൻ, ഓതണം സുന്നത്തായർക്ക് ഓതണം ഫി ഊലാ റക്അത്തൈൽ വുദൂഇ, വുദൂഇന്റെ ഉടനെയുള്ള 2 റക്അത്ത് സുന്നത്തുണ്ടല്ലോ, ആ 2 റക്അത്ത് സുന്നത്തിന്റെ 1-ാം റക്അത്തിൽ ഓതൽ സുന്നത്തുണ്ട്. ഖുൽ യാ അയ്യുൽ കാഫിറൂന ഓതുക. അതിന്റെ പുറമെ വലൗ അന്നഹും ളലമൂ അൻഫുസഹും ജാഊക വസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ എന്ന സൂറത്തുൻ നിസായിലെ 64-ാമത്തെ ആയത്ത് ഓതുക. ഖുൽ യാ അയ്യുൽ കാഫിറൂനയും ഓതുക. മാത്രമല്ല ആ ആയത്ത് ഓതിയതിനു ശേഷം 3 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലുക. അപ്പോ ഫാത്തിഹ ഓതി കഴിഞ്ഞ് ഫാത്തിഹ ഓതി കഴിഞ്ഞു കഴിഞ്ഞാൽ ബിസ്മി ചൊല്ലിയിട്ട് വലൗ അന്നഹും ളലമൂ അൻഫുസഹും ജാഊക വസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ എന്ന് ചൊല്ലിയതിനു ശേഷം അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് 3 പ്രാവശ്യം ചൊല്ലുക. എന്നിട്ട് ഖുൽ യാ അയ്യുൽ കാഫിറൂൻ ഓതുക. 2-ാമത്തെ വസാനിയത്തി 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് വമൻ യഅമൽ സൂഅൻ ഔ യളിം നഫ്സഹു സുമ്മ യസ്തഗ്ഫിറുല്ലാഹ യജിദില്ലാഹ ഗഫൂറർ റഹീമാ എന്ന ആയത്ത്, അതും തന്നെ സൂറത്തുൻ നിസായിലെ 110-ാമത്തെ ആയത്താ. ഈ 2 ആയത്തും ഓതുക. ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. അങ്ങനെ ഒരു പ്രത്യേക സുന്നത്തുണ്ട്. അവിടെയും തന്നെ ആയത്ത് ഓതി കഴിഞ്ഞതിന് ശേഷം അസ്തഗ്ഫിറുല്ലാഹ് 3 വട്ടം പറയാ, എന്നിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ്.
ഇനി വമിൻഹു ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് സ്വലാത്തുൽ അവ്വാബീൻ. കണ്ടോ, മഹദിലൊക്കെ വമ്പം പരിപാടിയായിട്ട് റമദാൻ മാസത്തിലൊക്കെ അവ്വാബീൻ നിസ്കരിക്കലുണ്ടല്ലോ. അത് സുന്നത്തായ വളരെ പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണ്. വഹിയ, എന്നാൽ ഈ അവ്വാബീൻ നിസ്കാരം എന്നത് അതിന്റെ ആ സമയത്ത് അവ്വാബീൻ എന്ന് പറയാൻ കാരണം ജനങ്ങൾ മറ്റു ഷോലുകളിലേക്ക് വല്ലാതെ പോകുന്നതും ഇബാദത്തിന് ഒഴിഞ്ഞിരിക്കൽ പ്രയാസമുള്ളതുമായ സമയമാണ്. ആ സമയത്തുള്ള ഇബാദത്തിന് പ്രത്യേകം പ്രതിഫലമുണ്ട്. അതുകൊണ്ടാണ് അവ്വാബീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ത്വാഅത്ത് കൊള്ള മടങ്ങി വരുന്ന ആളുകൾ എന്നർത്ഥം. പ്രതിബന്ധകാരങ്ങൾ നോക്കിയാലും അരിവിസ്കരിച്ച് സലാം വീട്ടുമ്പോത്തിന് ആളുകൾ അങ്ങാടിയിൽ റോട്ടിലെത്തി. ആ സമയത്ത് അവിടെ ഒതുങ്ങിയിരുന്ന് ഇശാമഗ്രിബിന്റെ അടുക്ക് കുറച്ച് ഇബാദത്ത് ചെയ്യാൻ തന്നെ വലിയ പ്രധാനപ്പെട്ടതാണ്. കാരണം ആ സമയത്ത് ആളുകൾ വെറുതെങ്കിലും പുറത്തിറങ്ങുന്ന സമയം. അപ്പൊ അടങ്ങിയിരുന്ന് ഇബാദത്ത് ചെയ്യുന്നതിന് പ്രത്യേകം സുന്നത്തുള്ളതുകൊണ്ട് അവ്വാബീൻ. വഹിയ, ഈ അവ്വാബീൻ നിസ്കാരം എന്നത് 20 റക്അത്തൻ 20 റക്അത്ത അധികരിച്ചത്. ബൈനൽ മഗ്രിബി വൽ ഇശായി, മഗ്രിബ് നിസ്കരിച്ചതിന്റെയും ഇശാഇന്റെയും ഇടക്ക്. അപ്പൊ മഗ്രിബിന്റെ മൊക്കതായ ദിക്റുകളും മഗ്രിബിന്റെ ശേഷം സുന്നസ്കാരം കഴിഞ്ഞിട്ട് ഇശാ ബാങ്ക് കൊടുക്കുന്നതിന്റെ ഇടക്കുള്ള സമയത്ത് അധികരിച്ചത് 20 റക്അത്ത. വറുവിയത്ത്, ഈ അവ്വാബി നിസ്കാരം റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സിത്തൻ 6 റക്അത്തായ നിലക്കും, വ അർബഅൻ 4 റക്അത്തായ നിലക്കും, വ റക്അത്തൈനി 2 റക്അത്തായ നിലക്കും. അതിലൊക്കെ ഹദീസുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? 20 റക്അത്ത് നിസ്കരിച്ചാൽ അതുകൊണ്ടുള്ളതായ പ്രതിഫലവും അതിന്റെ മഹത്വവും പറഞ്ഞുകൊണ്ടുള്ള ചില ഹദീസുകൾ. അതുപോലെ തന്നെ 6 നിസ്കരിച്ചതിന്റെ പ്രതിഫലം, 4 നിസ്കരിച്ചതിന്റെ പ്രതിഫലം, 2 റക്അത്തിന്റെ പ്രതിഫലം, ഇങ്ങനെയൊക്കെ റിവായത്തിൽ വന്നിട്ടുണ്ട്. അപ്പോ അതിന് ഇമാമിങ്ങൾ എന്താ പറഞ്ഞത്? അധികരിച്ചാൽ 20, ചുരുങ്ങിയാൽ 2. അപ്പൊ 2 റക്അത്തെങ്കിലും അവ്വാബി നിസ്കാരം എന്ന നെയ്യത്തോടുകൂടി നിസ്കരിച്ചാൽ ചുരുങ്ങിയ പ്രതിഫലം കിട്ടും. പൂർണ്ണമായിട്ട് കഴിയുന്നവര് 20 നിസ്കരിക്കുക. എന്നാൽ 6 അതിൽ മുഖ്താർ. മനസ്സിലായില്ലേ? 6 റക്അത്താണ് അതിൽ ഏറ്റവും ഉത്തമമായ മുഖ്താർ. അതാണ് 20, 6, 4, 2 എന്നൊക്കെ പറഞ്ഞത്. 2 അതല്ല, 2എങ്കിലും നിസ്കരിക്കാം. അതായത് മഗ്രിബിന്റെ സുന്നത്ത് ശേഷമുള്ള സുന്നത്ത് നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 2 റക്അത്തെങ്കിലും എന്ത് നെയ്യത്തോടുകൂടി അവ്വാബി നിസ്കരിക്കുന്നു എന്ന നെയ്യത്തോടുകൂടി നിസ്കരിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട റക്അത്ത്. ബൈനൽ മഗ്രിബി വൽ ഇശാഇ 20 റക്അത്തൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ഇശാ മഗ്രിബിന്റെ ഇടയിൽ 20 റക്അത്ത് ഒരാൾ നിസ്കരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗത്തിൽ ഒരു ബംഗ്ലാവ് തന്നെ നിർമ്മിക്കും എന്ന് പറയുന്ന ഹദീസ്. അതാണ് അതിലെ 20 റക്അത്തിന് ലാസ്റ്റ് ഉള്ളത്. മറ്റേ ഓരോന്നും വിശദമായി നമ്മളെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായത്. നിഹായത്ത് ഹുസൈനിൽ അതിന്റെ എല്ലാ ഹദീസുകളും അതിന്റെ രൂപങ്ങളും ഒക്കെ. റവാത്തിബ് വേറെ നിസ്കരിക്കുക, റവാത്തിബ് നിസ്കരിച്ചതിന് ശേഷം നിസ്കരിക്കലാണ് കാമിലായ രൂപം. ഇനി ഏത് നിസ്കാരം ആ സമയത്ത് നിസ്കരിച്ചാലും അസ്ലു സുന്നത്ത് കിട്ടും. അതെ, പറയട്ടെ. ഈ അവ്വാബി നിസ്കാരത്തിന്റെ കൽപ്പന വീടും സുന്നത്തിന്റെ കൂലി കിട്ടുന്നല്ല. നേരത്തെ പറഞ്ഞേക്കന്നെ വേറെ ഫർദ് നിസ്കരിക്കുകയോ വേറെ ഏതെങ്കിലും സുന്നത്ത് നിസ്കരിക്കുകയോ ചെയ്താൽ തന്നെ തയ്യത്തിന്റെ 2 റക്അത്ത് നിസ്കരിക്കുന്ന കൽപ്പന വീടും പറഞ്ഞില്ലേ. പക്ഷെ നിയ്യത്തുണ്ടെങ്കിൽ എന്ത് കിട്ടുള്ളൂ പറഞ്ഞ് കൂലി കിട്ടുള്ളൂ എന്നതുപോലെ തന്നെ ഇവിടെ പറയുന്നത് ഈ സുന്നത്ത് നിസ്കാരത്തിന്റെ അവ്വാബി നിസ്കാരത്തിന്റെ കൽപ്പന വീടും ബിഫവായിത്ത ഖളാ നിസ്കരിക്കുന്നത് ഖളാ വീട്ടുകയാണ്. എന്നാലും എന്ത് വീടും? കൽപ്പന വീടും. വഗൈരിഹ അല്ലാത്ത മറ്റെന്തെങ്കിലും സുന്നത്ത് നിസ്കാരം, യാത്രക്ക് വേണ്ടിയുള്ള സുന്നത്തോ അതുപോലെയുള്ള ഏത് സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിലും അതുകൊണ്ട് അസിൽ വീടും. പക്ഷെ നിയ്യത്ത് തെറ്റാല് കൂലിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മളെ തരീഖ്. എന്നാൽ അവിടെയും ഖിലാഫല്ലി ശൈഖിനാ, ഷെയ്ഖുനാ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ പറയുന്നു, ഇത് ദുഹ പോലെയുള്ള വിത്ർ പോലെയുള്ള വഖത്ത് നിശ്ചയിക്കപ്പെട്ട സുന്നത്താണ്. അതുകൊണ്ട് അത് പ്രത്യേകമായി തന്നെ നിസ്കരിക്കണം. തഹിയ്യത്ത് പോലെയല്ല. തഹിയ്യത്ത് സബബുള്ള നിസ്കാരാണ്, വഖത്തില്ല. അത് മനസ്സിലാക്കുക. അത് രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലായോ ആലൂരെ?
തഹിയ്യത്ത് എന്ന് പറയുന്നതിന് വഖത്തില്ല, അതിന് സബബാണ്. അതുപോലെ തന്നെ വുദൂന്റെ സുന്നത്ത് എന്ന് പറയുന്നതിന് വഖത്തില്ല, സബബാണ്. സബബുള്ളൂ, വഖത്ത് മുഅയ്യനല്ലാത്തത് മറ്റുള്ളത് കൊണ്ടൊക്കെ വീടും. എന്നാൽ മുഅയ്യനായ വഖത്തുള്ളത് ആ വഖത്തിൽ അത് കരുതി തന്നെ നിൽക്കിയിരിക്കണം, മറ്റൊന്നുകൊണ്ട് അത് വീടൂല. ഏതുപോലെ ഉദാഹരണം, ഒരാള് വിത്ത് ഖളാ വീട്ടുക, ളുഹറിന്റെ മുമ്പാണ്, 4 റക്അത്ത് നിസ്കരിച്ചു, അതുകൊണ്ട് ളുഹറിന് മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത് കിട്ടുമോ? അത് കിട്ടൂലല്ലോ. കാരണം അതൊരു വഖത്തുള്ളത്, സ്വാഹിബത്തുൽ വഖത്ത് വേറെ തന്നെയാണ്, ഖളാ വീട്ടുന്നത് വേറെ തന്നെയാണ്. എന്നതുപോലെ ഇത് ഇശാ മഗ്രിബിന്റെ ഇടയിൽ മുഅയ്യനായ വഖത്ത് നിശ്ചയിക്കപ്പെട്ട നിസ്കാരമാണ് ഈ അവ്വാബി നിസ്കാരം. അതുകൊണ്ട് അത് കരുതി തന്നെ നിസ്കരിക്കണം, മറ്റൊന്നിൽ ഉൾപ്പെടൂല എന്നാണ് ശൈഖുനാ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ പക്ഷം. അതാണ് ന്യായമായിട്ടും തോന്നുന്നത്. ഇനി വല്ലൗലാ ഫീരുഹാ, എന്നാൽ മഗ്രിബ് മുതൽ ഇശാനൊക്കെ എപ്പോഴും നിസ്കരിക്കാം, പക്ഷേ നല്ലത് ഫീരുഹ ഈ അവ്വാബി നിസ്കാരം നിർവഹിക്കലാണ് ബഅദൽ ഫറാഗി മിൻ അദ്കാരിൽ മഗ്രിബി, മഗ്രിബിന്റെ ദിക്റും അതിന്റെ റവാത്തിബ് സുന്നത്തും ഒക്കെ കഴിഞ്ഞതിന്റെ ശേഷം നിസ്കരിക്കുക. ഇനി ഒക്കെ ചുരുക്കി പറഞ്ഞ് തീർക്കുക. വസലാത്തു തസ്ബീഹി, അതുപോലെ തന്നെ സലാത്തു തസ്ബീഹ്, തസ്ബീഹ് നിസ്കാരവും ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളിൽ പെട്ടതാണ്. വഹിയ, തസ്ബീഹ് നിസ്കാരം അത് നമ്മൾ പലപ്പോഴും പറഞ്ഞതായതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. 4 റക്അത്തിൻ, 4 റക്അത്താണ് തസ്ബീഹ് നിസ്കാരം. അത് എങ്ങനെയൊക്കെ നിസ്കരിക്കുക? ഒരു പക്ഷേ ബി തസ്ലീമത്തിൻ, ഒറ്റ സലാം വീട്ടിക്കൊണ്ട് 4 റക്അത്ത് ഒന്നിച്ചു വേണമെങ്കിൽ നിസ്കരിക്കാം. അവിടെ തന്നെ ഇടക്ക് അത്തഹിയ്യാത്ത് ഇരിക്കാം, ഇരിക്കാതെ ഒന്നിച്ചും ഓതാം. മനസ്സിലായോ? 4 റക്അത്ത് ഒന്നിച്ചാവുമ്പോ ഇടയിൽ അത്തഹിയ്യാത്ത് ഓതിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഒരു അത്തഹിയ്യാത്ത് ഓതി ബാക്കി സലാം വീട്ടാതെ എഴുന്നേറ്റ് 2 റക്അത്ത് കൂടി നിസ്കരിച്ച് അവസാനത്തെ അത്തഹിയ്യാത്ത് ഓതി സലാം വീട്ടാം. അതല്ല 4 റക്അത്ത് ഒന്നിച്ച് തക്ബീർ കെട്ടി 4ാമത്തെ റക്അത്തിൽ മാത്രം അത്തഹിയ്യാത്ത് ഓതിയിട്ട് അങ്ങനെയും നിസ്കരിക്കാം. അപ്പൊ 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കുന്നതോട് തന്നെ 2 രീതി, ഇടയിൽ അത്തഹിയ്യാത്ത് ഓതി സലാം വീട്ടാതെ ഒടുവിൽ അത്തഹിയ്യാത്ത് ഓതി ലാസ്റ്റ് സലാം വീട്ടുന്ന രീതിയും ആവാം. തീരെ ഇടയിൽ അത്തഹിയ്യാത്ത് ഓതാതെ 4ാം റക്അത്തിൽ മാത്രം അത്തഹിയ്യാത്ത് ഓതിയിട്ട് സലാം വീട്ടുന്ന രീതിയും ആവാം. ഔ തസ്ലീമത്തൈനി, അല്ലെങ്കിൽ 2 സലാം കൊണ്ടിട്ട് നിസ്കരിക്കാം. 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി, പിന്നെ വേറെ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി. എന്നാൽ രാത്രി നിസ്കരിക്കുമ്പോൾ ഈ രണ്ടാമത് പറഞ്ഞേക്ക് ഈ 2 റക്അത്ത് നിസ്കരിക്കലാണ് അഫ്ളൽ. പകൽ 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കലും ആണ് അഫ്ളൽ. മറിച്ച് രാത്രി ഒന്നിച്ച് 4 റക്അത്തും കൂടി നിസ്കരിച്ചാലും സഹിയാകും, പകല് ഈ 2 റക്അത്ത് നിസ്കരിച്ചാലും നല്ല തന്നെ, കുഴപ്പമില്ല. പക്ഷെ പകലാവുമ്പോൾ 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കുക, രാത്രി ആവുമ്പോൾ ഈ 2 റക്അത്ത് വേറിച്ച് നിസ്കരിക്കുക, അതാണ് അഫ്ളൽ എന്നാ പറയുന്നത്. ഹദീസുഹ, ഈ തസ്ബീഹ് നിസ്കാരത്തെ പ്രേരിപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും കൊണ്ടുവന്ന ഹദീസ് ഹസനുൻ, അത് ഹസനുൽ ലിഗൈരിഹാണ്. ലികസറത്ത് തുർഖിഹി, ധാരാളം തരീഖുണ്ട്. യഹ്യന്റെ ശറഹ് ഇത്ഹാഫില് ഇമാം സുബൈദി അതിന്റെ എല്ലാ പരമ്പരകളും എല്ലാ ത്വരീഖും ഉദ്ധരിച്ചിട്ടുണ്ട്. 11 സഹാബാക്കളിൽ നിന്ന് റിവായത്തുണ്ട് തസ്ബീഹ് നിസ്കാരം. 1, 2, 3 അല്ല, 11 സഹാബാക്കൾ. അത് തന്നെയല്ല, അതിൽ ഏറ്റവും രസം എന്താന്ന് വെച്ചാൽ ഈ 11ൽ 10 ആളും അഹ്ലു ബൈത്ത. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ ഫളൽ റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, മൈമൂന റളിയല്ലാഹു തആല അൻഹ തുടങ്ങിയിട്ട് അഹ്ലു ബൈത്തിൽപ്പെട്ട 10 മഹാന്മാരും മഹദികളുമാവുന്ന 10 ആളുകൾ ഈ സംഭവം റിവായത്ത് ചെയ്യുന്നു. പിന്നെ ഒരു അൻസ്വാരിയും. ഇത്ഹാഫ് സലാത്തുൽ മുത്തഖീൻ ഈ സുന്നത്ത് നിസ്കാരത്തെ വിവരിച്ചെടുത്ത് അതിന്റെ മുഴുവൻ പരമ്പരയും ഈ 11 സഹാബാക്കളിൽ നിന്നുള്ള റിവായത്തും വ്യത്യസ്ത പരമ്പരയിലൂടെ വന്ന പരമ്പര സനദ് സഹിതം വളരെ വിശദമായ ഒരു പഠനം തന്നെ മഹാനവർകൾ ഇമാം സുബൈദി റഹ്മഹുല്ലാഹ് ഇത്ഹാഫിൽ ഇത് സംബന്ധിച്ച് നടത്തിയിട്ടുണ്ട്. എല്ലാ വിമർശകന്മാരുടെയും വിമർശനത്തിന് മറുപടി പറഞ്ഞ് പരമ്പര സഹിതം മഹാനവർകൾ ആ കാര്യം ഉദ്ധരിച്ചിട്ടുണ്ട്. തന്നെയല്ല സഹീഹുൽ ഗൈരിയാണെന്നും ഹസനുൽ ദാത്തിഹിയായി തന്നെ വന്നിട്ടുണ്ടെന്നും അദ്ദേഹം
ഉദ്ധരിച്ചിട്ടുണ്ട്. ഏതായാലും അത് ശരിയല്ലെന്ന് ദുന്യാവിൽ ആദ്യം പറഞ്ഞത് മറ്റെല്ലാം തുടങ്ങി വെച്ചതുപോലെ ഇബ്നു തൈമിയയുടെ മുമ്പ് സലാത്തു തസ്ബീഹിനെ ആരും തന്നെ വിമർശിച്ചിട്ടില്ല. തന്നെയല്ല, ലോക പ്രശസ്ത ഇമാമാവുന്ന ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു തആല പതിവായി തസ്ബീഹ് നിസ്കാരം നിർവഹിച്ചിരുന്ന ആളാണ്. മുഹദ്ദിസീങ്ങളിലും മുജ്തഹിദീങ്ങളിലും പെട്ട ആളായതോടുകൂടി മഹാനായ സൂഫി വര്യനും കൂടിയാണ്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു തആല മുജ്തഹിദാണ്. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട മഹാനാണ്. അവര് പതിവായി നിസ്കരിച്ചിരുന്നു എന്നും മഹാൻ അക്കാലത്തൊന്നും ഇതിനെ പറ്റിയിട്ട് ഒരു ചർച്ചയില്ല. ഇബ്നു തൈമിയ്യ വന്നു കണ്ടാണ് ഒക്കെ സനദ് നോക്കിയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ മൂപ്പർക്ക് കിട്ടുക ആകെ ഏതെങ്കിലും ഒരു എന്ന സദന്റെ ഇക്കാരം, എന്നിട്ട് അതുകൊണ്ട് കിട്ടി ഖിയാമത്ത് നാൾ നിലനിർത്തല. ബാക്കി പഠിക്കാൻ ഒഴിവില്ലേ, കുറ്റം പറയാൻ നിൽക്കുന്നവർക്ക് പഠിക്കാൻ സമയം കിട്ടില്ലല്ലോ. അപ്പൊ ചില സനദുകളിൽ ലൈഫ് ഉണ്ട്, അത് നമ്മൾ സമ്മതിക്കുന്നുണ്ട്. വൈഫായ പരമ്പരയിലൂടെ ഈ സംഗതി റിവായത്ത് ചെയ്തു വന്നിട്ടുണ്ട് എന്ന് നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ അതിന്റെ എല്ലാ പരമ്പരയും എല്ലാ സനദും പരിശോധിക്കുമ്പോൾ കുറ്റമറ്റ സനദുകൾ ഉണ്ട്. ഒന്നിച്ചു കൂട്ടുമ്പോൾ സഹീഹിന്റെ മർത്തബയിൽ തന്നെ എത്തിയിട്ടുണ്ട് എന്ന് ഇമാം സുബൈദ് റഹ്മത്തുള്ളാഹി ഇത്ഹാഫിൽ കാര്യകാരണ സഹിതം വിശദീകരിച്ചിട്ടുണ്ട്. തന്നെയല്ല, ഇബ്നു ഹൈതമി റളിയല്ലാഹു തആല അൻഹു ഒരു വിധത്തിൽ സഹീഹ് അല്ലെങ്കിൽ അത് അപ്പ പറഞ്ഞ് തള്ളിക്കളയും. മഹാനവറുകൾ സ്വഫയിലൊക്കെ അത് സുന്നത്താണെന്ന് തീർത്തു പറഞ്ഞ ആളാണ്. വഫീഹ, ഈ തസ്ബീഹ് നിസ്കാരത്തിലുണ്ട് സവാബുല്ലാഹി തആല, അറ്റമില്ലാത്ത പ്രതിഫലം പറഞ്ഞിട്ടുണ്ട് ആ ഹദീസിൽ. അത് വമിൻ സമ്മ, ഇത്രമാത്രം പ്രതിഫലം പറഞ്ഞതുകൊണ്ട് തന്നെ ഖാല ബഅദുൽ മുഹഖിഖീങ്ങളായ പല ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ യസ്മഉ ബിഅളീമി ഫളിഹാ, ഈ തസ്ബീഹ് നിസ്കാരത്തിന്റെ മഹത്തായ പ്രതിഫലത്തെ ഒരാൾ കേട്ട് മനസ്സിലാക്കിയിട്ട് ഉയർത്തുറുക്കുക, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് തസ്ബീഹ് നിസ്കാരത്തെ ഉപേക്ഷിക്കൂല, ഇല്ല മുത്തഹാവിനും ബിദ്ദീൻ, ദീനിനെ നിസ്സാരപ്പെടുത്തുന്നവനല്ലാതെ, ദീൻ ബലവെക്കാത്തവരല്ലാതെ, ദീനിനെ പരിഗണിക്കുന്ന മഹത്വം കൽപ്പിക്കുന്ന ഒരാൾക്ക് തസ്ബീഹ് നിസ്കാരത്തിന്റെ പുണ്യം മനസ്സിലാക്കിയാൽ അത് ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന്. അപ്പൊ ഞാൻ ഇതിനെ പറ്റി ചുരുങ്ങിയൊരു വിവരണം. വയഖൂലു ഫീ കുല്ലി റകഅത്തിൻ മിൻഹാ, തസ്ബീഹ് നിസ്കാരത്തിന്റെ 4ൽപ്പെട്ട ഓരോ റകഅത്തിലും ചൊല്ലണം 75 വട്ടം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് 75 വട്ടം. എങ്ങനെ? 15 വട്ടം ചൊല്ലുക ബഅദൽ ഖിറാഅത്തി, ഓതിക്കഴിഞ്ഞതിന് ശേഷം ഫാത്തിഹയും സൂറത്തും ഓതിയതിനു ശേഷം, വഅശ്റൻ ഫീ കുല്ലി മിന റുകൂഇ വൽ ഇഅ്തിദാലി വസ്സുജൂദൈനി വൽ ജുലൂസി ബൈനഹുമാ, റുകൂഇൽ 10, ഇഅ്തിദാലിൽ 10, 2 സുജൂദുകളിൽ 10 വീതം, സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ 10 വീതം. ബഅദൽ ദിക്രിൽ വാരിദി ഫിഹാ, ഈ റുകൂഇലും ഇഅ്തിദാലിലും സുജൂദിലും ഇടയിലിരുത്തത്തിലും പതിവായ ദിക്റുകൾ ചെല്ലിയതിന് ശേഷം 10 വീതം. വജൽസത്തിൽ ഇസ്റാഹത്തി, ഇസ്റാഹത്തിന്റെ ഇരുത്തത്തിൽ 10, പിന്നെ അവിടെ പ്രത്യേക ദിക്റില്ലല്ലോ, അവിടെ 10. ഇങ്ങനെ 70. അവിടെ കൂട്ടത്തിൽ പറയാ, ഈ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ സുജൂദ് അല്ലാഹു അക്ബർ പറഞ്ഞ് ഇരുന്നിട്ട് എപ്പോഴാ ചെല്ലേണ്ട തക്ബീർ? സുജൂദ് തക്ബീർ ചെല്ലാതെ ഇരുന്ന് തസ്ബീഹ് ചൊല്ലിയിട്ട് എഴുന്നേൽക്കുമ്പോഴാണോ തക്ബീർ ചെല്ലേണ്ടത്? അതല്ല, സുജൂദ് തല ഉയർത്തും അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയിട്ട് തസ്ബീഹ് കഴിഞ്ഞിട്ട് തക്ബീർ ചെല്ലാതെ എഴുന്നേൽക്കാണോ വേണ്ടത് എന്നാ അത് പറയുന്നു. വയുക്കബ്ബിറു, തക്ബീർ ചൊല്ലേണ്ടതാണ്. എന്താ ബിത്തിദായിഹ, ഇസ്തിറാഹത്തിന് ഇരുത്തം തുടങ്ങുമ്പം, അതായത് സുജൂദ് തല ഉയർത്തും അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി ഇരിക്കുക. ഇരുന്നതിന് ശേഷം 10 വട്ടം സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ചെല്ലുക. ദൂനൽ ഖിയാമി മിൻഹാ, ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ നിന്ന് ഇനി ഖിയാമിലേക്ക് പോകുമ്പോൾ വേറെ തക്ബീർ ചെല്ലണ്ട. അങ്ങനെ വേണ്ട. അത് 1 റകഅത്തിന്. ഈ 10 വട്ടത്തിനെ കൊണ്ടുവരണം ഫീ മഹല്ലി തശഹുദി, അത്തയ്യാത്തിന്റെ സ്ഥാനത്ത്. നല്ല 2 റകഅത്ത് വേറിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ 2 റകഅത്തിൽ അത്തയ്യാത്ത് എഴുതുമല്ലോ, അവിടെ ഖബ്ലു, അത്തയ്യാത്തിന് മുമ്പ്. ഇനി 4 റകഅത്തും കൂടി ഒന്നിച്ച് നിസ്കരിക്കാൻ ഒട്ടിക്കോളി, ഇടയിൽ അത്തയ്യാത്ത് ഇരിക്കണില്ല, എന്നാ പിന്നെ ഒടുവിൽ അത്തയ്യാത്തിന്റെ മുമ്പ് അത്തയ്യാത്തിന്റെ ഇരുത്തത്തിൽ. അങ്ങനെയാണ് വേണ്ടത്. പിന്നെ ഇതിപ്പോ ഒരു രീതി, നൃത്തത്തിൽ ഖിയാമിന്റെ ഷെല്ല്
സൂറത്തും കൂടി ഓതി കഴിഞ്ഞതിന് ശേഷം 10 വട്ടം ചൊല്ലിയിട്ട് രണ്ടാമത്തെ സുജൂദിന് തല ഉയർത്തിയിട്ട് ഇസ്റാത്തിന്റെ ഇരുത്തത്തിൽ 10 ചൊല്ലുന്ന രീതി. ഇനി മറ്റൊരു രീതി, വജൂസു ജായിസാവും ജായലുൽ ഖംസത അശറ ഈ ഖബിലൽ ഖിറാഅത്തി, നൃത്തത്തിൽ ചെല്ലേണ്ട 15 വജ്ജത്ത് ഓതി കഴിഞ്ഞിട്ട് ഫാത്തിഹയുടെ മുമ്പിലില്ല. അപ്പൊ തക്ബീർ കെട്ടിയാൽ വജ്ജത്ത് ഓതുക, വജ്ജത്ത് ഓതിയിട്ട് 15 വട്ടം ചെല്ലുക. എന്നിട്ട് ഫാത്തിഹയും ഒരു സൂറത്ത് ഓതുക. സൂറത്ത് ഓതിയതിനു ശേഷം അശ്റുൽ ഇസ്റാഅത്തി, രണ്ടാം സുജൂദ് കഴിഞ്ഞ് ഇസ്റാഅത്തിന്റെ ഇരുത്തത്തിൽ ഇരിക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്റിനെ ആക്കുക. എപ്പോ? ബഅദൽ ഖിറാഅത്തി, സൂറത്ത് ഓതി കഴിഞ്ഞിട്ട്. അപ്പൊ നൃത്തത്തിൽ 25 വട്ടം അങ്ങനെയും പറ്റും. അതായത് വജ്ജത്ത് ഓതി 15 വട്ടം ചൊല്ലി, പിന്നെ ഫാത്തിഹ സൂറത്തും ഒരു സൂറത്തും ഓതി, അതിന് ശേഷം 10 വട്ടം ചൊല്ലി, അങ്ങനെ 25 വട്ടം. അപ്പൊ രണ്ടാമത്തെ സുജൂദോടുകൂടി 75 കഴിഞ്ഞ് പിന്നെ ഇസ്റാഅത്തിന്റെ ഇരുത്തത്തിൽ ചെല്ലേണ്ടതില്ല, അതുപോലെ അത്തഹിയ്യാത്തിന് മുമ്പ് ചെല്ലേണ്ടതില്ല. രണ്ട് രീതിയും ചെല്ലാം. തന്നെയല്ല, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഇങ്ങനെയായിരുന്നു നിസ്കരിച്ചിരുന്നത്. എങ്ങനെ? 15ഉം 10ഉം 25 നിസ്കാര നൃത്തത്തിൽ ചൊല്ലും, ഇസ്റാഅത്തിന്റെ നൃത്തത്തിൽ ചെല്ലൂല. അങ്ങനെയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു ചെയ്തു പോന്നിരുന്നത്. എന്നാൽ അധിക ഹദീസുകളിലും നൃത്തത്തിൽ 15ഉം ഇസ്റാഅത്തിന്റെ നൃത്തത്തിൽ 10ഉം ആണ് റിവായത്ത്. എന്നാൽ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും, ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു തആല അൻഹു, മഹാനവർകളിൽ നിന്നിട്ട് റിവായത്ത് ചെയ്യുന്നിടത്താണ് 15ഉം 10ഉം 25 നൃത്തത്തിൽ ഇസ്റാഅത്തിന്റെ നൃത്തത്തിൽ ചെല്ലുന്നില്ല. തന്നെയല്ല, ഈ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ റിവായത്തിലാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നത് കൂടിയുണ്ട്. മനസ്സിലായില്ലേ? മറ്റ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ റിവായത്തൊക്കെയാണ് പ്രസിദ്ധമായ റിവായത്ത്. അതിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ഇല്ല. അതിലാണെങ്കിലോ നൃത്തത്തിൽ 15 വട്ടം ഉള്ളൂ. അപ്പൊ രണ്ട് റിവായത്ത് കൊണ്ടും അമല് ചെയ്യതാവും. ചിലപ്പോൾ ലാ ഹൗല വലാ ഖുവത കൂട്ടി നിസ്കരിക്കുക, ചിലപ്പോൾ നിസ്കാരത്തിൽ അത് കൂട്ടാതെ നിസ്കരിക്കുക. ചിലപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഒക്കെ ചെയ്തതുപോലെ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ റിവായത്ത് അനുസരിച്ച് നൃത്തത്തിൽ 25 ഇല്ല, ഇസ്റാഅത്തിന്റെ നൃത്തത്തിൽ ഒഴിവാക്കുക. മറ്റു ചിലപ്പോൾ നൃത്തത്തിൽ 15 ഇല്ല, ഇസ്റാഅത്തിന്റെ നൃത്തത്തിൽ ചെല്ല. ഇങ്ങനെ രണ്ട് രീതിയും അമൽ ചെയ്യൽ സുന്നത്താണ് എന്ന് ഇമാം മുസാരി റഹ്മഹുല്ലാഹ് തങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി മറന്നാൽ എന്താ ചെയ്യാതെ? വലൗ തദക്കറ ഫിൽ ഇഅ്തിദാലി, ഇഅ്തിദാലിൽ എത്തിയപ്പോൾ ഒരാൾക്ക് ഓർമ്മ വന്ന് തർക്ക തസ്ബീഹാത്തി റുക്കൂയിൽ ചെല്ലേണ്ട 10 തസ്ബീഹ് മറന്നുപോയിട്ടുണ്ട്. റുക്കൂയിൽ ബേൻ സുബ്ഹാന റബ്ബിയൽ അദീം ബിഹംദി സുബ്ഹാന റബ്ബിയൽ അദീം ബിഹംദി സുബ്ഹാന റബ്ബിയൽ അദീം ബിഹംദി ചൊല്ലിയാൽ സമി അല്ലാഹു ലിമൻ ഹമിദഹു. അപ്പോഴാണ് അയ്യടാ തസ്ബീഹ് ചൊല്ലിയില്ലല്ലോ എന്ന് ഓർമ്മ വന്ന്. എന്നാൽ ലം യജ്സുൽ ഔദു ഇലൈഹി, റുക്കൂയിലേക്ക് മടങ്ങിപ്പോയി ജായിസാവൂല, നമസ്കാരം ബാത്തിലാവും. എന്നാൽ വലാ ഫീരുഹാ ഫിൽ ഇഅ്തിദാലി, ഇഅ്തിദാലിലെ 10ന്റെ പുറമെ റുക്കൂയിലെ 10 ഇവിടെ കളാ വീട്ടാൻ പറ്റുമോ? അതും പറ്റൂല. എന്താ കാരണം? റുക്നുൻ കസീറുൻ, രണ്ടും കൂടി ചെല്ലാൻ പറ്റൂല എന്ന് പറയാൻ കാരണം ദീർഘമില്ലാത്ത ചുരുങ്ങിയ ഫർളാണല്ലോ ഇഅ്തിദാല്. അതുകൊണ്ട് റുക്കൂയിലെ തസ്ബീഹ് ഈ ഇഅ്തിദാലിൽ ചെല്ലാൻ പറ്റൂല. പിന്നെന്ത് വേണം? ഒഴിവാക്കാൻ പറ്റുമോ? ഒരു റക്അത്തിൽ 75 തസ്ബീഹ് വേണം എന്ന് പറഞ്ഞാൽ വേണം തന്നെയാണ്. അപ്പൊ ആ 10 തസ്ബീഹിനെ അവൻ കൊണ്ടുവരേണ്ടത് ഫി സുജൂദി, സുജൂദിൽ 10 കൂടുക. സുജൂദത്തെ 10 ചെല്ലുക, റുക്കൂയിൽ മറന്നുപോയ 10 ചെല്ലുക. അതുപോലെ തന്നെ സുജൂദിൽ മറന്നുകൊണ്ട് ഇടയിലിരുത്തത്തിലേക്ക് എത്തിയ ഓർമ്മ വന്നാലും ഇതന്നെ നിയമം. ഇടയിലിരുത്തത്തിലെത്തിയപ്പോഴാണ് അള്ളാഹ് സുജൂദില് തസ്ബീഹ് ചൊല്ലിയില്ലല്ലോ. എന്നാൽ ഇടയിലിരുത്തത്തിലെ 10ന്റെ പുറമെ സുജൂദിലെ 10 അവിടെ ചെല്ലാൻ പറ്റൂല, അടുത്ത രണ്ടാമത്തെ സുജൂദിൽ ചെല്ലണം. കാരണം ഇതേ ന്യായം തന്നെ. ഇഅ്തിദാല് ചുരുങ്ങിയ ഫർളായതുപോലെ ഇടയിലിരുത്തവും ചുരുങ്ങിയ ഫർളാണ്. അപ്പോ അവിടത്തെ തസ്ബീഹ് ചൊല്ലിയല്ലാതെ എവിടെ ചെല്ലാൻ പാടില്ല. കഴിഞ്ഞ സുജൂദിൽ മറന്നത് അവിടെ ചെല്ലാൻ പാടില്ല, അടുത്ത സുജൂദിൽ ചെല്ലണം. അങ്ങനെ ഏതായാലും വയുസന്നു സുന്നത്താക്കപ്പെടും. അല്ലാ യുഖ്ലൽ ഉസ്ബൂഉ മിൻഹ, തസ്ബീഹ് നിസ്കാരത്തെ തൊട്ട് ഒരാഴ്ച ഒഴിവാക്കപ്പെടാതിരിക്കുക എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കുക. വെള്ളിയാഴ്ചയാണ് ഏറ്റവും അഫ്ദൽ. ആഴ്ചയിൽ ഒരു ദിവസം നിസ്കരിക്കുന്നവര് വെള്ളിയാഴ്ചയാണ് ഏറ്റവും അഫ്ദൽ. അല്ലെങ്കിൽ മാസത്തിന് ഒഴിവാക്കാതിരിക്കാൻ ചുരുങ്ങിയത് മാസത്തിൽ ഒരിക്കലെങ്കിലും. നമ്മളൊക്കെ മാസത്തിൽ ഒരിക്കലും സലാത്ത് മജ്ലിസ് കൂടുന്നുണ്ടല്ലോ. എന്നതിലും മാസത്തിൽ ഒരു ദിവസം എന്നെങ്കിലും തസ്ബീഹ് നിസ്കരിക്കാൻ വേണ്ടത് ദിവസം നിസ്കരിക്കുകയാണ്. മനസ്സിലായില്ലേ? ദിവസം അതിൽ ഏറ്റവും അഫ്ദൽ എപ്പോഴാണെന്നറിയോ?
ളുഹ്റ് ബാങ്ക് കൊടുത്തിട്ട് ഫർളായ ളുഹ്റ് നിസ്കരിക്കുന്നതിന് മുമ്പാണ് ഏറ്റവും ഉത്തമമായത്. പക്ഷെ അതിന് സമയം കിട്ടണം. സമയം കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. ഇനി രാത്രിയോ പകലോ എപ്പോഴും നിസ്കരിക്കാം. പക്ഷെ കറാഹത്തായ വക്തിൽ നിസ്കരിക്കാൻ പാടില്ല. കറാഹത്തായ വക്തല്ലാത്ത ഏത് സമയത്തും രാത്രിയോ പകലോ നിസ്കരിക്കാം. ദിവസം ഒരിക്കൽ നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ളല്. അത് കഴിയാത്തവർ ആഴ്ചയിൽ ഒരിക്കൽ. അങ്ങനെ ആഴ്ചയിൽ ഒരിക്കലാണെങ്കിൽ അത് വെള്ളിയാഴ്ച ജുമാന്റെ മുമ്പാണ് ഏറ്റവും അഫ്ളല്. അത് കഴിയാത്തവർ മാസത്തിലൊരിക്കൽ, അതിന് കഴിയാത്തവർ കൊല്ലത്തിലൊരിക്കൽ, അതൊന്നും കഴിയാത്തവർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അത് നിസ്കരിക്കൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താകുന്നു. അത് തീർത്തതാ സമയം അങ്ങത്തിന് നിനക്കറിയാം. ഇനി ജാത്ത് സുന്നത്ത് ഇല്ലാത്ത സുന്നത്തുസ്കാരങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇത്രയേ ഉള്ളൂ സുന്നത്തുസ്കാരം എന്ന് പറയാൻ പാടില്ല. എത്രയോ ഉണ്ട് പല കാര്യത്തിന് വേണ്ടി. ഏത് വരെയുണ്ട് അത് നോക്കിയാൽ മതി. നിഹായത്ത് ഹുസൈൻ നോക്കിയാലേ പണ്ടൊരിക്കൽ ഞാൻ പറഞ്ഞില്ലേ, ഒരാള് മരണപ്പെട്ടാൽ ആ മരമാടിക്കഴിഞ്ഞാൽ അന്നത്തെ ആദ്യ രാത്രി ഇയാളുടെ ബന്ധുക്കൾക്ക് അയാൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മം 2 റക്അത്ത് നിസ്കരിച്ച് അതിയാക്കലാണെന്ന് അപ്പറഞ്ഞ സംഭവം വരെ നിഹായത്ത് ഹുസൈനിൽ പറഞ്ഞിട്ടുണ്ട്. ആ നിസ്കാരത്തെ പറ്റിയും അതിനുശേഷമുള്ള ദുആയെ പറ്റിയും ഒക്കെ വിശദമായി നിഹായത്ത് ഹുസൈനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വഴിക്ക് യാത്ര ഇറങ്ങുമ്പോൾ നിസ്കരിക്കേണ്ട നിസ്കാരത്തെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് സുന്നത്തുകളുണ്ട്. അതൊക്കെ കൂടുതൽ താല്പര്യമുള്ളവർ അത് നോക്കാവുന്നതാണ് എന്ന് ഉണർത്തി, ഇനി ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്തുസ്കാരങ്ങളെ കുറിച്ച് കൂടി ഓതാനുണ്ട്. അത് ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ദിവസങ്ങളിൽ ഓതാം. അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. വല്ല പിഴവുകളോ തെറ്റുകളോ ഒക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല പുറത്തു തരുമാറാകട്ടെ. അവന്റെ ദീനിൽ നാഫിയായ ഇൽമ് പഠിക്കാനും പഠിച്ചത് കുറെയെങ്കിലും ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിന്റെ പ്രതിഫലം നേടി വിജയിക്കാനും നമുക്കൊക്കെ അല്ലാഹു തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇനി കുറച്ചു നേരം, സമയം കുറെ നീണ്ടുപോയി, അതാണ് പൂർത്തിയാക്കിയതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ഇനി ചോദ്യകർത്താക്കൾക്ക് ഉള്ള സമയം പരമാവധി ഉപയോഗപ്പെടുത്താൻ ശബ്ദമൊക്കെ നല്ലോണം കൂട്ടി തിരക്കൂട്ടാതെ വ്യക്തമായ ചോദിക്ക് പരമാവധി സമയം ഫലപ്രദമാക്കണം. അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. ദുആ ദിവസത്തോടെ അസ്സലാമു അലൈക്കും.